السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അത്യപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു ദീനിൻ്റെ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുവാനും ഈ മഹനീയമായ മജ്ലിസിൽ നേരത്തെ തന്നെ ഒത്തുചേരുവാനും അല്ലാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഈ ഒരു ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വാലിഹായ കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുപോലെ അവൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് നിഴലിട്ട് നിൽക്കുന്ന വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണല്ലോ നാം എത്തി നിൽക്കുന്നത്. റമളാൻ മാസവുമായി ബന്ധപ്പെട്ട് വളരെ അനിവാര്യമായും നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ടത്. പുണ്യമാസത്തിൻ്റെ വരവ് സത്യവിശ്വാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈമാനും തഖ്വയുമുള്ള കൽബുകൾക്ക് പുണ്യമാസത്തിൻ്റെ ആഗമന വിവരം തന്നെ വളരെയധികം സന്തോഷമുണ്ടാക്കും എന്ന് പറയേണ്ടതില്ല.
റമദാൻ മാസത്തെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ജനങ്ങൾ പല തട്ടിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗമനത്തിൽ തന്നെ അതിൻ്റെ വരവ് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്ന സത്യവിശ്വാസികളായ ആളുകൾ. എന്തുകൊണ്ടാണ് റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സുകൾ സന്തോഷിക്കുന്നത്? ആ മാസത്തിൽ നോമ്പെടുക്കുവാൻ ശീലിച്ചവരാണവർ. മാത്രമല്ല, നാളെ പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾ അവര് മനസ്സിലാക്കി, ഭൗതിക ലോകത്തെ ആഡംബര ജീവിതം ഒഴിവാക്കിയെങ്കിലേ, ഭൗതിക ലോകത്തെ ചില സുഖങ്ങളെല്ലാം തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ നാളെ പാരത്രിക ജീവിതം ധന്യമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സത്യവിശ്വാസികൾ, ആ വിശ്വാസികളുടെ മനസ്സകങ്ങൾ വല്ലാതെ സന്തോഷിക്കുകയാണ്. അത് ഈമാനുള്ള കൽബുകളുടെ അടയാളമാണ്. റമദാൻ മാസത്തിന്റെ വരവ് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ അത് ഈമാനും തഖ്വയുമുള്ള കൽബുകളുടെ പ്രത്യേകതയാണ്. അങ്ങനെയായിരുന്നു സഹോദരന്മാരെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ. പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന് മുൻപ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് മുമ്പ് കടന്നുപോയ മഹാരഥന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്യൽ ആരംഭിക്കുമായിരുന്നു. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥന തുടങ്ങുമായിരുന്നു. റജബിലും ശഅബാനിലുമൊക്കെ മുൻഗാമികൾ നിരന്തരമായി റബ്ബിനോട് അവർ ദുആ ചെയ്യുമായിരുന്നു. അവരുടെ ചരിത്രങ്ങളിൽ കാണാം, കാന സലഫു യദ്ഊന അല്ലാഹ അൻ യുബല്ലിഗഹും റമളാൻ. സലഫുകൾ റമളാനിനെ അവരിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി, അല്ലാഹുവേ ഒരായുസ് റമളാനിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് റബ്ബിനോട് അവർ ദുആ ചെയ്യുമായിരുന്നു. സഹോദരങ്ങളെ, ആയുഷ് കാലഘട്ടത്തിൽ ഒരു റമളാൻ അത് ലഭിക്കുക എന്നത് ഏറെ വലുതാണ്, മഹനീയമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം നമ്മോടുകൂടെ നോമ്പനുഷ്ഠിച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നാം ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പരിശുദ്ധ റമളാനിന്റെ മഹനീയമായ പുണ്യങ്ങളിൽ പങ്കുചേർന്ന പലരും ഇന്ന് അവരുടെ ഖബറിടങ്ങളിലാണ്, അവരുടെ അമലുമായി ഖബറിൽ കഴിഞ്ഞുകൂടുകയാണ്. നമുക്കറിയില്ല ഈ മാസത്തിൽ, വരാനിരിക്കുന്ന പുണ്യമാസത്തിൽ നമ്മൾ ഹയാത്തോടുകൂടെ ഉണ്ടാകുമോ എന്ന്. അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതാണ് മനുഷ്യന്റെ സ്ഥിതി. അതുകൊണ്ട് മഹാന്മാരായ സലഫുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, പടച്ചവനെ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ, ആരോഗ്യത്തോടെ ആയുസ്സോടെ ആ പുണ്യമാസത്തിന്റെ നിരരാത്രങ്ങളെ തള്ളി നീക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്നും. അങ്ങനെ റമളാൻ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ 6 മാസത്തോളം റബ്ബിനോട് മനമുരുകി ദുആ ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? ഫഇദാ ബലഗഹും ഇയ്യാഹു ദഅഉല്ലാഹ അയ്യതഖബ്ബലഹു മിൻഹും. അല്ലാഹുവേ, ഈ മാസത്തിന്റെ ദിനരാത്രങ്ങളിൽ ഞങ്ങൾ ഒരുപാട് അധ്വാനങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പകലിൽ ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച്, ആഗ്രഹങ്ങൾ അടക്കി വെച്ച് ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പ്, രാത്രികാലങ്ങളിൽ ദീർഘമായി ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തുവെങ്കിലും ഞങ്ങളിൽ നിന്ന് ഇത് നീ കബൂലാക്കുമ്പോഴേ പരലോകത്ത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നാഥാ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ നമ്മളും ആലോചിക്കേണ്ട കാര്യങ്ങളാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് ഇങ്ങനെ അഹ്ലൻ റമളാൻ എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്? അല്ലേ? റമളാൻ മാസം വരുന്നതിന് മുമ്പ് ആ പുണ്യമാസത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ചില തയ്യാറെടുപ്പുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. റമളാൻ മാസത്തെ സ്വീകരിക്കുന്ന വിഷയത്തിൽ പല തട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം
ആ മാസത്തിന്റെ വരവ് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, റമദാൻ മാസം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ തുടങ്ങി മനസ്സിൽ പ്രയാസം, മനസ്സിൽ എന്താ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. റമദാൻ വരുന്നതോടെ വീട്ടിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു അതിഥി വന്നതുപോലെയാണ് അവരുടെ മനസ്സ്. നാം ഇഷ്ടപ്പെടാത്ത ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതം? ഇയാളെപ്പോ പോകും, എന്ന് പോകും ഇയാൾ, എപ്പോഴാണ് ഇയാൾ വീട് വിട്ടിറങ്ങുന്നത് എന്ന ഒരു ചിന്താഗതിയും, അയാൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കുമല്ലോ. ഇതുപോലെ ഇഷ്ടപ്പെടാത്ത അതിഥി വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന മനസ്സ്. മാത്രമല്ല, രാപ്പകലുകൾ എങ്ങനെയെങ്കിലും തള്ളി നീങ്ങിക്കിട്ടാൻ വേണ്ടി അവരുടെ മനസ്സുകൾ കൊതിക്കുകയാണ്. റമദാനിന്റെ ഓരോ ദിവസങ്ങളും കൊഴിഞ്ഞു തീരുമ്പോഴും അതാ അവരുടെ മനസ്സുകൾ സന്തോഷിക്കുകയാണ്. പെരുന്നാളിന്റെ ആഗമനത്തോടെ റമദാൻ അവസാനിച്ചതിൽ അവർ പുളകം കൊള്ളുകയും ചെയ്യും. ഇങ്ങനെ രണ്ടാമതൊരു വിഭാഗവുമുണ്ട്. ഈ ഇനങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ വിഭാഗം, വിഭിന്നമായ ഈ അഭിപ്രായങ്ങൾ, അതല്ലെങ്കിൽ ചിന്താഗതികൾ, അതിൽ അവസാനമായി പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതൊരു വിഭാഗവും കൂടെയുണ്ട്. അവരാരാണ്? അവര് മറ്റു മാസങ്ങളെപ്പോലെ തന്നെ റമദാൻ മാസത്തെയും അവര് കണ്ടു. ഈ മാസത്തിന്റെ പവിത്രതയോ പ്രത്യേകതയോ മഹനീയതയോ അവർ മനസ്സിലാക്കിയില്ല. നിർബന്ധ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷേ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല. മറ്റു മാസങ്ങളെപ്പോലെ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഐച്ഛികമായ കർമ്മങ്ങൾ, വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാൻ സമയം കണ്ടില്ല. സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമുണ്ട്, അത് നിർവഹിക്കാൻ അവർക്ക് ആഗ്രഹങ്ങളില്ല. രാത്രികാലങ്ങളിലുള്ള തറാവീഹ് നമസ്കാരത്തിന് നിഷ്ഠ പാലിച്ചില്ല. ഇങ്ങനെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ കേവലം നിർബന്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് ഈ പുണ്യമാസത്തിന്റെ പ്രത്യേകത തിരിച്ചറിയാതെ സഹോദരങ്ങളെ ഈ മാസത്തിന്റെ ദിനരാത്രങ്ങളെ ചിലവഴിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിലാണ് നാം പെടുന്നത് എന്ന് നാം സ്വയം പരിശോധിക്കണം. ഈ മാസത്തിന്റെ വരവ് കേൾക്കുമ്പോൾ എന്തെങ്കിലും എൻ്റെ മനസ്സിന്റെ കോണിൽ ഒരു സന്തോഷമുണ്ടായിട്ടുണ്ടോ? എൻ്റെ മനസ്സിന്റെ കോണിൽ എനിക്കൊരാനന്ദമുണ്ടായിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിന് എനിക്കൊരാവേശമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സഹോദരാ, ചിന്തിച്ചു നോക്കണം, അവിടെ ഈമാനും തഖ്വയുമുണ്ട്. അതല്ല, ഇനി ഈ മാസം വന്നാൽ മറ്റു മാസങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന ഏർപ്പാടുകളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ടൈറ്റ് ആയിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവസാനിച്ചെങ്കിൽ എന്നാണോ നാം ചിന്തിക്കുന്നത് എങ്കിൽ അവിടെ നിഫാഖിന്റെ, വിശ്വാസത്തിന്റെ കുറവുണ്ട്. ഈമാനിന്റെ മാധുര്യം അവിടെ വളരെ കൃത്യമായി അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ മാസം എന്താണെന്ന് അറിയണം, ഈ മാസത്തിന്റെ പ്രത്യേകതകൾ അറിയണം. അപ്പോഴേ ഈ മാസത്തെ ആദരിക്കാൻ, വരവിനെ കൊണ്ട് വരവ് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കുക. വന്ന അതിഥി ആരാണെന്നറിയില്ല, വന്ന ആളാരാണ് എന്ന് നമുക്കറിയില്ല. എങ്കിൽ അയാളെ നാം നല്ല പോലെ ആദരിക്കുമോ? ഇല്ല എന്നത് തീർച്ചയാണ്. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥി ആരാണെന്ന് നമുക്കറിയാം. വന്നയാളുടെ പ്രത്യേകത നമുക്കറിയാം, വന്നയാളുടെ സവിശേഷത നമുക്കറിയാം. നമ്മളുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു സുഹൃത്ത്, അയാൾ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ദിവസം വിരുന്നുകാരനായി വന്നാൽ അയാളെ ആദരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എത്ര ശ്രദ്ധയായിരിക്കും, അയാളെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ എത്ര ശ്രദ്ധയായിരിക്കും. ഇതുപോലെയാണ് അള്ളാഹു നമ്മിലേക്ക് അയക്കുന്ന അതിഥിയായ അനുഗ്രഹീതമായ മാസമിതാ സഹോദരങ്ങളെ നിഴലിട്ട് നിൽക്കുകയാണ്. വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പുണ്യമാസത്തിന്റെ ഖദർ അറിയാത്തവൻ, അതിന്റെ പ്രത്യേകത അറിയാത്തവൻ ആ മാസത്തെ ആദരിക്കുകയില്ല എന്നത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദരാ, ഈ മാസത്തെ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെക്കുറിച്ച് അവന് പ്രത്യേകിച്ച് അതിന്റെ പോരിശയായി അവൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. കേവലം ചില ടൈം ടേബിളിൽ വരുന്ന മാറ്റങ്ങളല്ലാതെ, അല്ലേ?
ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണം ഒന്നുകൂടെ നേരത്തെ സുബഹിന് മുമ്പ് കഴിക്കുന്നു, അതല്ലെങ്കിൽ ഒന്നുകൂടെ വൈകി മഗ്‌രിബിന് ശേഷം കഴിക്കുന്നു എന്നതല്ലാതെ, അതല്ലെങ്കിലോ ഭക്ഷണക്രമങ്ങളിൽ വരുന്ന മാറ്റമോ ഉറക്കിന്റെ ടൈമിൽ വരുന്ന മാറ്റമോ അല്ലാതെ ആ മാസത്തിന്റെ പ്രത്യേകത പലപ്പോഴും തിരിച്ചറിയുന്നില്ല. റമദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ ചിന്തിക്കുന്നത് യഥേഷ്ടം ഉറങ്ങാൻ സമയം കിട്ടുന്ന ഒരു കാലഘട്ടം, ഡ്യൂട്ടിയിൽ ഇളവ് ലഭിക്കപ്പെടുന്ന കാലഘട്ടം, ഭക്ഷണത്തിന്റെ ടൈം ടേബിളിൽ മാറ്റമുണ്ടാകുന്ന കാലഘട്ടം. അതിലപ്പുറം അതിന്റെ ചൈതന്യം പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ തന്നെ പലരും മനസ്സിലാക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ഈ മാസം? ഈ മാസത്തിന്റെ പ്രത്യേകതകൾ എന്ത്? നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് ഓരോരുത്തരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ മഹനീയമായ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കുന്ന നേരമത്രയും നാം ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ മഹാന്മാരായ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഹനീയമായ സദസ്സാണിത്. ഇവിടെ ഇരിക്കുന്ന നേരമത്രയും മാലാഖമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി പാപമോചനം തേടുന്നുണ്ട്. ഇത് പാരത്രിക ലോകത്ത് എനിക്കൊരു മുതൽക്കൂട്ടായിരിക്കണം എന്ന ചിന്തയോടെ ആയിരിക്കണം സഹോദരങ്ങളെ ഈ മഹനീയമായ ദീനിന്റെ മജ്‌ലിസിൽ നമ്മൾ ഇരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് റമദാൻ മാസം? ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ സവിശേഷതയായി ഒന്നാമതായി എവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദമ യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളൈഫിൻ ഖാല അല്ലാഹു അസ്സ വജൽ ഇല്ല الصوم فإنه لي وأنا أجزي به يدع طعامه وشرابه من أجلي. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വരാനിരിക്കുന്ന പുണ്യമാസത്തിന്റെ പ്രത്യേകതകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സത്യവിശ്വാസികൾ ചെയ്യുന്ന അവരുടെ കർമ്മങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട മാസമാണത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം, എത്രയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും ഓഫറുകൾ നൽകപ്പെട്ട മഹനീയമായ മാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദം, ആദം സന്തതികളുടെ എല്ലാ കർമ്മങ്ങളും യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളൈഫിൻ, മനുഷ്യരായ സത്യവിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത് എങ്ങനെയാണ്? 10 മുതൽ 700 ഇരട്ടി വരെ. നമ്മൾ ആലോചിക്കണം, നാം ചെയ്യുന്ന ഏത് കർമ്മമായാലും ആ കർമ്മത്തിന്റെ പ്രതിഫലം ആരംഭിക്കുന്നത് 10 മുതലാണ്, 1 മുതലല്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം 10 മുതലാണ് അതിന്റെ പ്രതിഫലം ആരംഭിക്കുന്നത്, 700 ഇരട്ടി വരെ. ആ ചെയ്യുന്നവന്റെ മനസ്സിന്റെ തേട്ടത്തിന്റെ നീയത്തിന്റെ ശക്തി അനുസരിച്ച് ആ പ്രതിഫലത്തിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. 10 മുതൽ 700 ഇരട്ടി വരെ. ചിലർക്ക് 20 കിട്ടും, ചിലർക്ക് 30 കിട്ടും, ചിലർക്ക് 40 കിട്ടും, ചിലർക്ക് 50 കിട്ടും. അങ്ങനെ 700 ഇരട്ടി വരെ സാധാരണ മനുഷ്യരുടെ അമലുകൾക്ക് പ്രതിഫലം നൽകപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, എൻ്റെ റബ്ബിദാ പറഞ്ഞിരിക്കുന്നു, ഇല്ല സൗമാ, നോമ്പൊഴികെ. നോമ്പിന് 10 മുതൽ 700 ഇരട്ടി വരെയല്ല പ്രതിഫലം. ഫഇന്നഹു ലീ, എൻ്റെ അടിമ എനിക്ക് വേണ്ടിയാണല്ലോ നോമ്പനുഷ്ഠിക്കുന്നത്. വഅന അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ആ പ്രതിഫലം എത്രയാണെന്ന് പറയാൻ കഴിയില്ല, അതിന്റെ വലുപ്പം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരടിമ നോമ്പനുഷ്ഠിക്കുമ്പോ ആ അടിമക്കും റബ്ബിന് മാത്രമേ അറിയൂ ഇയാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നത്. കാരണം മറ്റുള്ളവരൊന്നും അറിയാതെ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണല്ലോ നോമ്പ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്, ആ നോമ്പെനിക്കുള്ളതാണ്. യദഉ ശഹവതഹു വ തആമഹു മിൻ അജ്ലി, അവനവന്റെ ആഗ്രഹങ്ങളും അവന്റെ ഭക്ഷണങ്ങളും ഒക്കെ എനിക്ക് വേണ്ടിയാണല്ലോ അവൻ ഒഴിവാക്കുന്നത്.
അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ, എല്ലാം റബ്ബിന് വേണ്ടി ഒഴിവാക്കുകയാണ്. ആഗ്രഹങ്ങളുണ്ട് പലതും, പക്ഷേ എൻ്റെ റബ്ബിന് വേണ്ടി ഞാനതാ വെടിഞ്ഞിരിക്കുന്നു. ദാഹമുണ്ട്, എനിക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷേ എല്ലാം എൻ്റെ റബ്ബിനോടുള്ള അദമ്യമായ സ്നേഹത്താൽ ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി എല്ലാം വെടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ കർമ്മത്തിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. ഇത് കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും അല്ലേ? അങ്ങനെയുള്ളൊരു മഹനീയമായ അവസരമാണ് വരാനിരിക്കുന്നത്. കണക്കറ്റ പ്രതിഫലം, ഓഫർ ചെയ്യപ്പെട്ട കർമ്മം ചെയ്യാൻ അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹം എന്ന നിലക്ക് ഓരോ വർഷത്തിലും അവന്റെ അതിഥിയെ നമ്മിലേക്ക് അയക്കുകയാണ്. ഇനിയോ മാത്രമല്ല, രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിന്റെ സവിശേഷതയായി പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ. എൻ്റെ സഹോദരന്മാർ വളരെ നന്നായി ശ്രദ്ധിക്കണം. മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. എന്ത് വേണം? 2 നിബന്ധന ഉണ്ട്. എന്താ 2 നിബന്ധന? ഈ നോമ്പ് കൊണ്ട് പാരത്രിക ലോകത്ത് എനിക്ക് റബ്ബിന്റെ കോടതിയിൽ രക്ഷ കിട്ടണം. എന്റെ നാഥനിൽ ഞാൻ യഥാവിധി വിശ്വസിച്ചിരിക്കുന്നു. വിശ്വാസം ഉറപ്പായ നിലക്ക് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ആ റമളാനിലെ നോമ്പ് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരവസരത്തിൽ പറയുകയാണ്. എന്താ അവിടുന്ന് പറഞ്ഞത്? അസ്സലവാത്തുൽ ഖംസു. ശരിക്കും മനസ്സിലാക്കണം, എന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മനസ്സിലുള്ള നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടങ്ങളെല്ലാം ലഭിക്കുന്നത്. അസ്സലവാത്തുൽ ഖംസു, 5 നേരങ്ങളിലുള്ള നമസ്കാരം. വറമളാനു വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള കാലപരിധി. വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മാസം മുതൽ അടുത്ത വർഷത്തിലെ റമളാൻ മാസം വരെ. ആ കാലയളവുകളെല്ലാം മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇദജ്തുനിബത്തിൽ കബായിർ, വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ. എന്താ പറഞ്ഞു മനസ്സിലായോ? തൗബ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട് ഇസ്ലാമിൽ, വൻദോഷങ്ങൾ. ഈ വൻദോഷങ്ങൾ ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ വൻദോഷങ്ങളല്ലാതെ ജീവിതത്തിൽ വരുന്ന ചെറുപാപങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ മായ്ക്കപ്പെടുന്നതാണ്. 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ മായ്ക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ജുമുഅ, കൃത്യമായ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ കൃത്യമായ കാര്യങ്ങൾ ജുമുഅക്ക് കൃത്യമായി അറ്റൻഡ് ചെയ്താൽ, ഹാജരായി കഴിഞ്ഞാൽ അത് പൊറുക്കപ്പെടുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓഫറാണ്. റമളാൻ മാസത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ, ചെറുദോഷങ്ങളെല്ലാം റമളാനിൽ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. എന്നാലോ വൻ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, അതിന് തൗബ ചെയ്യുക തന്നെ വേണം. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. റമളാനല്ലേ വരുന്നത്, അതിനു മുമ്പ് നമ്മൾ ഒരുങ്ങണം, തൗബ ചെയ്യണം. സഹോദരന്മാരെ, വന്നുപോയ പാപങ്ങളിൽ നിന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യണം. അങ്ങനെ നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കണം, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കണം. പുണ്യമാസത്തെ കാത്തിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ റമളാൻ വരുന്നതിന് മുമ്പ് നനച്ചുളി ഉണ്ടാക്കാറുണ്ട്. അവിടെ വല്യമ്മമാരൊക്കെ വീട്ടിലെ സാധനങ്ങളെല്ലാം, ഫർണിച്ചറും എല്ലാം കഴുകി, എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ പുരയിന്ന് പുറത്തേക്ക് മുറ്റത്തേക്ക് വലിച്ചിട്ട് എല്ലാം വൃത്തിയാക്കി. ഇനി റമളാൻ മാസമാണ് വരുന്നത്, അതുകൊണ്ടൊന്ന് നനച്ചൂളിയൊക്കെ ഉണ്ടാക്കി ഒക്കെ ഒന്ന് വൃത്തിയായി ആ മാസത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഇസ്ലാം പറയുന്നു, വീട് ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത് സഹോദരാ നിന്റെ മനസ്സാണ്. ആ മാസത്തെ വരവേൽക്കാൻ നിന്റെ മനസ്സ് ശുദ്ധമാകണം. അതുകൊണ്ട് പാപങ്ങളെല്ലാം ഒഴിവാക്കണം, തൗബ ചെയ്യണം. അതേപോലെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ ആ മാസത്തെ വരവേൽക്കാൻ വേണ്ടി എല്ലാ നിലക്കുമുള്ള തയ്യാറെടുപ്പ് വേണം.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം റമദാൻ മാസം പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമയത്തിന് തീരെ വിലയില്ല. അന്ത്യനാളിന്റെ ലക്ഷണവും കൂടിയാണത്, അല്ലേ? അന്ത്യനാളിന്റെ ലക്ഷണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷം ഒരു മാസത്തിന്റെ വേഗതയിൽ കടന്നു പോകും, ഒരു മാസം ഒരാഴ്ചയുടെ വേഗതയിൽ കടന്നു പോകും, ഒരാഴ്ച ഒരു ദിവസത്തിന്റെ വേഗതയിൽ കടന്നു പോകും, ഒരു ദിവസം ഒരു മണിക്കൂറിന്റെ വേഗതയിൽ കടന്നു പോകും, ഒരു മണിക്കൂർ അതാ ഒരു തീക്കനലിന്റെ അത്ര പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന, പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരവസ്ഥ എൻ്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമയമില്ല ഇന്ന് ആർക്കും. റമദാൻ വന്നു എന്ന് പറയുന്നത് കേൾക്കാൻ പെട്ടെന്ന് പോകും, അല്ലേ? കാത്തു നിൽക്കില്ല. അതുകൊണ്ട് ആ മാസം വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? പ്ലാനിടാകണം. ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണം? പ്ലാനിടാകണം. ഏറ്റവും പ്രധാനമായത് ഈ വർഷത്തെ മാസം, ഈ വർഷത്തെ റമദാൻ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് എൻ്റെ പാപങ്ങളെങ്കിലും പൊറുക്കപ്പെടണം. ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുമ്പോൾ ഞാൻ പാപ പരിശുദ്ധനാകണം. പാപങ്ങളിൽ നിന്ന് ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ മനസ്സ് ശുദ്ധമാകണം, എൻ്റെ ഇടപാടുകൾ ശുദ്ധമാകണം, എൻ്റെ സമീപനങ്ങൾ ശുദ്ധമാകണം. ഞാൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മുക്തി കിട്ടണം. അതിന് വേണ്ടതെല്ലാം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന മാനസികമായ തയ്യാറെടുപ്പ്. കാരണം റമദാൻ മാസം വന്ന് കഴിഞ്ഞിട്ടും ആ മാസം വിട പറഞ്ഞിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനാണോ, അവനേക്കാൾ ഭാഗ്യം കെട്ടവനായി മറ്റാരുമില്ലെന്ന് അശറഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ചിന്തിച്ചിട്ടുണ്ടോ? റമദാൻ മാസം വന്ന് എന്നിട്ട് പാപങ്ങളൊന്നും പൊറുക്കാതെ റമദാൻ മാസം കഴിഞ്ഞു പോയി. അവനേക്കാൾ ഭാഗ്യം കെട്ടവനായി ആരുമില്ല. അവനെതിരെ ദുആ ചെയ്തതാരാണെന്നറിയുമോ? അങ്ങനെയുള്ള ഭാഗ്യം കെട്ടവനെതിരെ പ്രാർത്ഥിച്ചതാരാണെന്നറിയുമോ? മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. അമ്പിയാക്കളിൽ ശ്രേഷ്ഠനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. എന്താ പ്രാർത്ഥനയുടെ ശക്തി? എന്താ പ്രാർത്ഥനയുടെ ശക്തി? ആരാ ദുആ ചെയ്തത്? മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആരാണ് ആമീൻ പറഞ്ഞത്? അമ്പിയാക്കന്മാരിൽ ശ്രേഷ്ഠനായ നമ്മുടെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആമീൻ പറഞ്ഞു. കേൾക്കണോ സംഭവം? ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മഹാന്മാരായ സ്വഹാബിമാര് പറഞ്ഞു തരാൻ. സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിമ്പർ, മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കയറി. ജുമാ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി കയറാൻ. അങ്ങനെ ഫലമ്മ റഖിയ അതബതൻ, ഒന്നാമത്തെ ചവിട്ടുപടിയിലെത്തിയപ്പോ, പള്ളിയിലെ മിമ്പറിന് 3 ചവിട്ടുപടികളാണല്ലോ ഉണ്ടാകുന്നത്. ആ ഒന്നാമത്തെ ചവിട്ടുപടിയിലെത്തിയപ്പോ ഖാല ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിന് വിപരീതമായി ആമീൻ പറയുന്നു. സഹാബിമാര് പറയുന്നു സുമ്മ റഖിയ അതബതൻ ഉഖ്റാ, രണ്ടാമത്തെ ചവിട്ടുപടിയിലേക്ക് ചവിട്ടുമ്പോഴും ഫഖാല ആമീൻ, അവിടുന്ന് ആമീൻ പറയുകയാണ്. സുമ്മ റഖിയ അതബതൻ സാലിസ, മൂന്നാമത്തെ ചവിട്ടുപടിയിലേക്ക് സ്റ്റെപ്പിലേക്ക് ചവിട്ടുമ്പോഴും ഖാല ആമീൻ, അവിടുന്ന് ആമീൻ പറയുന്നു. 3 തവണ ആമീൻ പറയുന്നു. സാധാരണ ഇങ്ങനെ പറയാറില്ല. പതിവിന് വിപരീതമായ ഒരു ആമീൻ പറഞ്ഞപ്പോ സഹാബിമാര് ചോദിച്ചു നബിയോട്, അല്ലയോ റസൂലേ, എന്തിനാണ് നിങ്ങൾ 3 തവണ ഇങ്ങനെ ആമീൻ പറഞ്ഞത്? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഉറക്കന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും നമുക്ക്, പക്ഷെ കുറച്ചു നേരം. കാരണം ഈ മാസം വളരെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. സഹാബത്ത് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ നിങ്ങൾ അങ്ങനെ ആമീൻ പറഞ്ഞത്? എന്തിനാണ്? അതാ അവിടുന്ന് വിശദീകരണം കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അതാനി ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹുല്ലാഹ്. എന്താ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞതെന്നറിയോ? മുഹമ്മദേ,
ഒരാൾക്ക് റമദാൻ മാസം വന്നു, എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതുമില്ല, അവൻ ശ്രദ്ധിച്ചില്ല, അതിന്റെ ദിനരാത്രങ്ങളെ അവൻ പാഴാക്കി കളയുകയാണ് ചെയ്തത്, പിന്നെയും പാപിയായി ശവ്വാലിൽ അവനുണ്ട്. അങ്ങനെയുള്ള ഒരാൾ അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അയാളെ ആട്ടിയകറ്റട്ടെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അയാൾ വിദൂരമാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ അല്ലാഹു കബൂലാക്കില്ലേ? ആർക്കെതിരെയാണ് ദുആ ചെയ്തത്? റമളാൻ വന്നിട്ടും പാപം പൊറുക്കപ്പെടാത്തവന് വേണ്ടിയാ ദുആ ചെയ്തത്. അവനെതിരെയാ ദുആ ചെയ്തത്. ആരാ ദുആ ചെയ്തത്? ജിബ്രീൽ ആമീൻ പറഞ്ഞത് റസൂല്. ഒന്നാമത്തെ വിഷയം. മറ്റ് രണ്ട് വിഷയങ്ങളും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവും. മറ്റ് രണ്ട് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, അതും കൂടെ അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമതായി ജിബ്രീൽ ദുആ ചെയ്തു, വമൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫദഖലൻ നാറ ഫഅബ്അദഹുല്ലാഹ്. ഒരാൾക്ക് മാതാപിതാക്കളിൽ രണ്ടുപേരുണ്ട്, ഉമ്മയും വാപ്പയുമുണ്ട്, അതല്ലെങ്കിൽ വെറും ഉമ്മയുണ്ട്, അതല്ലെങ്കിൽ വാപ്പയുണ്ട്. അങ്ങനെ ഉമ്മയും വാപ്പയും ജീവിച്ചിരുന്നിട്ട്, മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് ആ മാതാപിതാക്കളെ പരിചരിച്ച് സ്വർഗത്തിലെത്താതെ വാപ്പയെയും ഉമ്മയെയും കഷ്ടപ്പെടുത്തിയിട്ട് അവരുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി നരകം വാങ്ങുന്നവനില്ലേ, അവനും റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് ദുആ ചെയ്തപ്പോ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ പറഞ്ഞതാണ്. നന്നായി ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവനെതിരെയും അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തു കഴിഞ്ഞു. പൊന്നുമ്മയെ വേദനിപ്പിക്കുന്നവൻ, അല്ലേ, ഉപ്പയെ വേദനിപ്പിക്കുന്നവൻ. 8 മക്കളുണ്ട്, 8 മക്കൾ. എന്നിട്ടോ വാപ്പയും ഉമ്മയും കഴിഞ്ഞുകൂടുന്നതോ ഇടുങ്ങിയ റൂമിൽ. 8 മക്കൾക്കും ഭൗതികമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും വാപ്പയെയും ഉമ്മയെയും ഇടുങ്ങിയ റൂമിൽ താമസിപ്പിച്ചിട്ട് വേദനിപ്പിക്കുന്ന മക്കളില്ലേ? ല്ലേ, ഉമ്മയെ ചവിട്ടുന്ന മക്കളില്ലേ? മീഡിയകളിലൂടെ നാം വായിക്കുന്നു, നാം കാണുന്നു. വേദനാജനകമാണ് സഹോദരങ്ങളെ, ഗൗരവമാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത വിഷയം ഏതാണ്? വമൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫഅബ്അദഹുല്ലാഹ്. വമൻ ദുകിർത ഇൻദഹു, ഒരാളുടെ അടുക്കൽ നബിയെ നിങ്ങളെ സംബന്ധിച്ചു പറയപ്പെട്ടിട്ട് ഫലം യുസല്ലി അലൈക, നിങ്ങൾക്ക് വേണ്ടി അവൻ സ്വലാത്ത് ചൊല്ലിയില്ല, ഫഅബ്അദഹുല്ലാഹ്, അവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു പറഞ്ഞതല്ലേ, വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മളോട് പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മാലാഖമാരും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ നിങ്ങളും ചൊല്ലണേ എന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവിടുത്തെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാൻ മടിച്ചവനില്ലേ, അവനെതിരെയും അല്ലാഹുവിന്റെ റസൂല് ആമീൻ പറഞ്ഞിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? ഈ 3 പ്രധാനമായ കാര്യങ്ങൾ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വെച്ച് സംഭവിച്ചതാണ്. അതിലേറ്റവും പ്രധാനമാണ് റമദാൻ മാസം വന്നിട്ടും സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ ശവ്വാലിലെത്തുകയാണെങ്കിൽ അവൻ ഭാഗ്യം കെട്ടവൻ തന്നെയാണ്. അതാണ് ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഈ മാസം പാപമോചനത്തിന്റെ മാസമാണ്. അത് ലഭിക്കപ്പെടാത്തവൻ ഭാഗ്യം കെട്ടവനാണ്. മൂന്നാമതായി ഈ മാസത്തിന്റെ സവിശേഷത, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹനീയമായ ഗ്രന്ഥം അവതരിപ്പിച്ച ആ മഹനീയമായ രാവ് ഉൾക്കൊള്ളുന്ന മാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മഹനീയമായ രാവ്, ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവ്
വളരെ മഹത്വം നിറഞ്ഞ രാവ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നാം ആ മഹനീയമായ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദ്റിലാണ്, നിർണയത്തിന്റെ രാത്രിയാണ്. എന്താണ് ഈ നിർണയത്തിന്റെ രാത്രി എന്നറിയുമോ? 1000 മാസത്തേക്കാൾ മഹനീയമാണ് ആ രാവ്. നേരം പുലരുന്നത് വരെ സമാധാനമാണ് ആ രാവ്. മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീലും മാലാഖമാരും ഇറങ്ങി വരുന്ന രാവാണത്. അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാവാണത്. അടുത്ത വർഷം വരെയുള്ള ബജറ്റ് തീരുമാനിക്കപ്പെടുന്ന രാവാണത്. മനുഷ്യരുടെ ആയുസ്സുകൾ തീരുമാനിക്കപ്പെടുന്ന രാവാണത്. മനുഷ്യരുടെ റിസ്ക് തീരുമാനിക്കപ്പെടുന്ന രാവാണത്. ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, അനുഗ്രഹീതമായ രാവ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്ക് അറിയിക്കപ്പെട്ടിരുന്നു, ഇപ്പോഴിതാ അത് മറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ രാവുകളിൽ, ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ അന്വേഷിക്കണേ. അത് ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, ആ രാവിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ആ രാവ് എന്തെന്നറിയേണ്ടതില്ലേ? അതിൻ്റെ പ്രത്യേകത എന്തെന്നറിയേണ്ടതില്ലേ? ആ രാവ് നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നറിയേണ്ടതില്ലേ? നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായ സംഗതി, അവസാനത്തെ ഉമ്മത്താണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് അവസാനത്തെ സമുദായം. ഈ സമുദായത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ആയുസ് കുറവുള്ള സമുദായമാണ്, ആരോഗ്യം കുറവുള്ള സമുദായമാണ്. അതുപോലെ തന്നെ ഈ സമുദായത്തിന് മുമ്പുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് ആയുസ് വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണത്. അവിടുന്ന് പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ സമുദായത്തിന്റെ ശരാശരി ആയുഷ്കാലം 60നും 70നും ഇടക്കാണ്. അത് വിട്ടുകടക്കുന്നവർ എൻ്റെ സമുദായത്തിൽ വളരെ വിരളമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കറക്റ്റാണ് അല്ലേ? 60 എത്തിയ വലിയ കാര്യമായി ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ? 60നും 70നുമാണ് ഇടക്കാണ് എൻ്റെ സമുദായത്തിന്റെ ശരാശരി ആയുഷ് കാലഘട്ടം. അങ്ങനെ ആയുസ് കുറവുള്ള ഈ സമുദായം, എന്നാലോ മുൻഗാമികളായ പ്രവാചകന്മാരുടെയൊക്കെ സമുദായങ്ങൾക്ക് ദീർഘമായ ആയുസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ മഹാനായ നൂഹ് അലൈഹിസ്സലാം എത്ര കാലമാണ് ഇവിടെ ജീവിച്ചത് എന്ന് പറയുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ, സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയാണ്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിഥ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് അലൈഹിസ്സലാമിനെ തന്റെ ജനതയിലേക്ക് അല്ലാഹു അയച്ചു. അങ്ങനെ ഫലബിഥ ഫീഹിം, നൂഹ് അലൈഹിസ്സലാം അവരിൽ താമസിച്ചു, അവരിൽ കഴിഞ്ഞുകൂടി. എത്ര കാല കഴിഞ്ഞുകൂടിയത്? അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ. 1050 കുറവ്. 1050 കുറവ്. ഇപ്പൊ 950 കൊല്ലം ആര് ജീവിച്ചു? നൂഹ് അലൈഹിസ്സലാം ജീവിച്ചു. അപ്പൊ നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയുടെ ആയുസ് എത്രയാണ് എന്നാലോചിച്ച് നോക്കൂ. 600ഉം 700ഉം 800ഉം 900ഉം ഒക്കെ കൊല്ലക്കാലം ജീവിക്കാൻ മുൻഗാമികൾക്ക് അങ്ങനെ അല്ലാഹു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സമുദായത്തിന് അങ്ങനല്ല. ഈ സമുദായം 60നും 70നും ഇടക്കാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ചെയ്തു കൊടുത്തൊരു നിഅമത്ത് എന്താണ്? ഓരോ വർഷത്തിലും ഒരു മഹനീയമായ രാവ് സമ്മാനിച്ചു. ആ രാവിൽ ഒരുപാട് അമൽ ചെയ്ത പുണ്യം നേടാനുള്ള അവസരം കൊടുത്തു. അതാണ് ലൈലത്തുൽ ഖദ്ർ. ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഒരു വർഷം അമൽ ചെയ്ത പ്രതിഫലം, ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ ധാരാളം മാസങ്ങൾ അമൽ ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ നേടാനുള്ള അവസരം കൊടുത്തു. എത്രയാണത്? 1000 മാസത്തേക്കാൾ എന്ന് പറഞ്ഞാൽ
1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര വരിക സഹോദരങ്ങളെ? 83 വർഷവും 4 മാസവും അമല് ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് നേടാൻ ഈ സമുദായത്തിനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു 60 കൊല്ലം ജീവിച്ചു എന്ന് വിചാരിച്ചോ, അയാൾക്കൊരു 30 ലൈലത്തുൽ ഖദർ കിട്ടിയാൽ മതി അല്ലേ? പോരെ? എത്ര അമല് നേടാൻ കഴിയും അയാൾക്ക്? എത്ര പ്രതിഫലം നേടാൻ കഴിയും? പക്ഷേ ആളുകൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കാറില്ല അല്ലേ? ലൈലത്തുൽ ഖദർ എന്ന മഹനീയമായ രാവിനെ പലപ്പോഴും നഷ്ടപ്പെടുത്തുകയാണ്. പലർക്കും അവരുടെ ജോലി തിരക്കുകളും ദുന്യവിയായ പ്രശ്നങ്ങളും കാരണം ആ രാവുകളെ ഹയാത്താക്കാൻ അവസരം കിട്ടാറില്ല. അവരെ സംബന്ധിച്ചല്ല പറയുന്നത്, സാധാരണ ഒഴിവും സന്ദർഭങ്ങളുമുള്ള ആളുകൾ അവരതിൻ്റെ മഹനീയത മനസ്സിലാക്കി ആ രാവിൽ പ്രത്യേകത മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകണം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ അവസാനത്തെ 10 ആയാൽ എല്ലാവരും അങ്ങാടിയിൽ നിന്ന് പള്ളിയിലേക്ക് കയറും അല്ലേ? മദീനത്തെ പള്ളി അവസാനത്തെ 10 ആയാൽ ജനനിബിഡമായിരുന്നു. അവിടെ എന്താ ചെയ്തിരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖലൽ അശർ അല്ലേ, അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദൽ മിസ്റ, അവിടുത്തെ അരമുണ്ടൊന്ന് മുറുക്കിയൊടുക്കുന്നു, രാത്രി ഉറക്കൊഴിക്കുന്നു, ഇഅ്തികാഫിലാണ്. അവസാനത്തെ 10 ദിവസവും പള്ളിയിൽ ഇഅ്തികാഫിലാണ്. സുമ്മ ഇഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ പത്നിമാരായ നമ്മുടെ ഉമ്മമാരും ഇഅ്തികാഫിൽ തന്നെ. എന്താ സാധാരണ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അവരുടെ ശുഗൽ അവസാനിപ്പിച്ച് ഈ പുണ്യം നേടിയെടുക്കാൻ വേണ്ടി ഇഅ്തികാഫിലും ഖുർആൻ പാരായണത്തിലുമായി കഴിഞ്ഞുകൂടേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്നത്തെ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടം എന്താണ്? ആദ്യത്തെ 10 ഭയങ്കര ആവേശക്കാരും അല്ലേ? ആദ്യത്തെ 10 എല്ലാവരും ജമാഅത്തിന്, സുബൈ ജമാഅത്തിനൊക്കെ ഉഷാറായിട്ടുണ്ടാവും. 7, 8, 9, 10 ആവുമ്പോഴേക്കും ഇങ്ങനെ കുറഞ്ഞു കഴിയും. രണ്ടാമത്തെ 10 ആവുമ്പോഴേക്കും ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനമാകുമ്പോൾ പുണ്യം കൂടുമ്പോഴേക്ക് ആളുകളെല്ലാം പല്ല് വിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയാണിന്ന്. ഇവിടുത്തെ സ്ഥിതി മാത്രല്ല, നാട്ടിൽ തന്നെ 25 കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ പർച്ചേസിങ് ചിന്താഗതിയാണ് അല്ലേ? എന്തൊക്കെ വാങ്ങണം, പെരുന്നാളല്ലേ വരാനിരിക്കുന്നത്, എന്തൊക്കെ ഉടുക്കണം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിം പോക്കറ്റുകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാം, തിരൂര്, മലപ്പുറം ഏരിയ, അതേപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ത്രീകളടക്കം അങ്ങാടിയിലേക്ക് ഇറങ്ങുകയും പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥ നാട്ടിലും ഇവിടെയുമൊക്കെയുണ്ട് അല്ലേ? ഇവിടെയൊക്കെ നമ്മുടെ സ്ഥിതി എന്താ? നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ, നാം നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഈ മാസത്തിന്റെ ഈ രാവിന്റെ മഹനീയത നമ്മൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഈ റമദാൻ എന്നെ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല അല്ലേ? എത്ര റമദാൻ കിട്ടും ഒരു ആയുസ്സിൽ പറയാൻ കഴിയില്ല. എപ്പോഴാണ് റബ്ബ് തിരിച്ചു വിളിക്കുക പറയാൻ കഴിയില്ല. ആരോഗ്യം പ്രശ്നമല്ല മരണത്തിന്, മറ്റു മാനദണ്ഡങ്ങളൊന്നും മരണത്തിന്റെ മുമ്പിൽ പ്രശ്നമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ കിട്ടുന്ന മഹനീയമായ അവസരം അത് പാഴാക്കരുത്. നമ്മൾ അതൊരിക്കലും പാഴാക്കരുത്. ഇതൊക്കെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ മഹനീയമായ പരിപാടി സംഘടിപ്പിച്ചത്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. റമദാൻ വരുന്നതിന് മുമ്പ് നമ്മളൊരു പ്ലാനഡ് ആകണം അല്ലേ? ഒരു ദിവസത്തിൽ എത്ര ഖുർആൻ പാരായണം ചെയ്യണം? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമല്ലോ. കാരണം ഖുർആൻ ഇറങ്ങിയ മാസല്ലേ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കാണണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? സഹാബിമാര് പോയ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണം അല്ലേ? മുൻഗാമികൾ പോയ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണം. അവരൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമൊക്കെ 3 ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് റമദാനിൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുമായിരുന്നു. അതേപോലെ മുൻഗാമികളായ സലഫുകൾ, കാന സലഫു ഇദാ ദഖല റമളാന യജ്തഹിദൂന ഫീ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി അവർ കഠിന പരിശ്രമം ചെയ്യുമായിരുന്നു. 10 ദിവസങ്ങൾ കൊണ്ട് ഓതി തീർക്കുന്നവർ, 4 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നവർ, 3 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നവർ, ഒരു റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് പല ആവർത്തി ഖുർആൻ ഓതി അവസാനിപ്പിച്ചിരുന്ന മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ
എല്ലാ ശുഗുലും അവസാനിപ്പിച്ച് വിശുദ്ധ ഖുർആൻ ഓതാൻ അവര് മെനക്കെട്ടിരിക്കുമായിരുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ സദസ്സിലെ വിനീതരായ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊരു ചോദ്യമുണ്ട്. ജീവിതത്തിൽ അള്ളാഹു തന്ന വെള്ളം, അല്ല തന്ന വായു, അള്ളാഹു തന്ന അനുഗ്രഹം, അവൻ്റെ നിഅമത്തുകളെമ്പാടും ആസ്വദിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നാം ചിന്തിക്കുക, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി അവസാനിപ്പിക്കാൻ ഭാഗ്യം കിട്ടാത്തവർ എത്രയെത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വേദനയല്ലേ സഹോദരങ്ങളെ ഇത്? വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പോലും വായിച്ചു തീരാതെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അതുകൊണ്ട് സഹോദരാ, ഇതാ പുണ്യമാസം വരികയാണ്. നിനക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഒന്നുകിൽ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷമോ അതല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയം തിരഞ്ഞെടുത്തിട്ട് നീ പ്ലാൻ ചെയ്തിട്ട് ഈ മാസം അവസാനിക്കുമ്പോഴേക്ക് പല ആവർത്തി വേണ്ട, ഒരാവർത്തിയെങ്കിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ കലാം ഓതി തീർക്കുമെന്ന പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട്. കാരണം ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 1 3 30 നമ്മുടെ നാഥൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പുസ്തകങ്ങളാ നമ്മൾ വായിക്കുന്നത്? രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാകുന്ന നമ്മൾ, അതേപോലെ വായിച്ചു കൊണ്ടിരിക്കുന്ന നോവലുകളും പുസ്തകങ്ങളും കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥത കാണിക്കുന്ന നമ്മൾ. ചിന്തിച്ചു നോക്ക്, ഖുർആൻ ഒരാവർത്തി വായിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? തീരുമാനിക്കണം നമ്മൾ. ഈ റമദാനിലെങ്കിലും അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു തീർക്കണം എന്ന ഒരു തീരുമാനം. അതിന് എത്ര പേജുകൾ ഞാൻ ഒരു ദിവസം വായിക്കണം നമ്മൾ പ്ലാൻ ചെയ്യണം. സഹോദരാ, അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. വളരെ പ്രധാനമാണ്. വെറുതെ വായിച്ചാൽ മതിയോ? വെറുതെ ഓതിയാ മതിയോ? അല്ല സഹോദരാ, എങ്ങനെയാ ഖുർആൻ ഓതേണ്ടത്? ഖുർആൻ വെറുതെ ഓതിയാലും പ്രതിഫലമാണ്. പക്ഷേ എങ്ങനെ ഓതണമെന്നാണ് നമ്മുടെ നാഥൻ പറഞ്ഞത്. എങ്ങനെ ഓതാനാ റബ്ബ് പറഞ്ഞത്? നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഞാൻ ഇനി നിങ്ങളെ കേൾപ്പിക്കുന്നത്. അല്ലാഹ് പറയാൻ എന്താ അല്ലാഹ് പറഞ്ഞെന്നറിയോ? കിതാബുൻ, ഇതാ ഈ ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക്, നബിയെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ മഹനീയമായ ഗ്രന്ഥമാകുന്ന ഖുർആൻ, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മുബാറക്കുൻ, അത് അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. ഖുർആൻ ബറക്കത്തുള്ള ഗ്രന്ഥാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ വേദന ഉണ്ടോ? വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ഖുർആൻ ഓതിക്കോ. യഖീനുണ്ടോ, ഈമാനുണ്ടോ, നിന്റെ വേദന മാറും. ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. രാത്രി കിടക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട ആയത്തുകൾ, അധ്യായങ്ങൾ ഓതി ഉറങ്ങിക്കോ. രാത്രി ശല്യം ഉണ്ടാവില്ല, പൈശാചികമായ ശല്യം ഉണ്ടാവില്ല. നിന്റെ വീട്ടിൽ പൈശാചികമായ ദ്രോഹമുണ്ടോ? സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടട്ടെ. അവിടെ ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. മാത്രല്ല, ഈ ബറക്കത്തുള്ള ഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിച്ചത്? ലിയദ്ദബ്ബറൂ ആയാതിഹി, ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിന്റെ ആയത്തുകളെ സംബന്ധിച്ച് നല്ലവണ്ണം ചിന്തിക്കട്ടെ. അർത്ഥം അറിയില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും സഹോദര? അർത്ഥം അറിയില്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ആലോചിച്ച് നോക്ക്. അർത്ഥമറിയാതെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എങ്ങനെ ചിന്തിക്കാൻ കഴിയും? വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ അതിനെ സംബന്ധിച്ച് ചിന്തിക്കട്ടെ, ഉറ്റാലോചിക്കട്ടെ. ഇനി ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ എത്ര അധ്യായങ്ങളുടെ, ശരി 5 ജുസ്. റമദാൻ വരികയാണല്ലോ, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കണമല്ലോ അല്ലേ? ഞാനൊരു വിമർശനത്തിന് വേണ്ടി പറയുന്നതല്ല. നമ്മളിങ്ങനെ ഒരു അശ്രദ്ധയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കുക. ഖുർആൻ മുഴുവൻ പോട്ടെ, 5 ജുസയിൽ എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം, എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം. എൻ്റെ റബ്ബ് ഞാൻ വായിച്ചു നോക്കാൻ വേണ്ടി അവതരിപ്പിച്ചു തന്ന ഈ ഗ്രന്ഥത്തിൽ എന്താണ് എൻ്റെ റബ്ബ് പറഞ്ഞത് എന്ന് അറിയാണ്ടേ ഞാൻ അവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും അല്ലേ? എത്ര സൂറത്തുകളുടെ അർത്ഥം എനിക്കറിയാം. അതുകൊണ്ട് തീരുമാനിക്കുക, ഈ വർഷത്തെ റമദാനിൽ ചുരുങ്ങിയത് ഒരു 10 ചെറിയ സൂറത്തുകളുടെ, കൂടുതലൊന്നും വേണ്ട, വലിയ തീരുമാനങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ നടന്നോളണമെന്നില്ല,
10 ചെറിയ സൂറത്തുകളുടെ അർത്ഥം ഞാൻ പഠിക്കും. എൻ്റെ റബ്ബിന്റെ കലാമിന്റെ ആശയം ഞാൻ പഠിക്കും. അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കും. അത് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഞാൻ പോകും. കാരണം എനിക്കെന്ത് നഷ്ടമായാലും എൻ്റെ പരമകാരുണ്യകനായ റബ്ബിന്റെ കലാം അറിയാതെ ഞാൻ അവങ്കലിലേക്ക് തിരിച്ചു ചെന്നാൽ എന്ത് മറുപടി പറയാൻ കഴിയും എനിക്ക്? കാരണം അല്ല പറഞ്ഞില്ലേ, അല്ല മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറാ കദാലിക എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വമൻ അഅറള അൻ ദിക്രി, എൻ്റെ ഉത്ബോധനമാകുന്ന ഈ ഖുർആനിനെ ആരാണോ അവഗണിക്കുന്നത്, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവന് കുടുസായ ഒരു ജീവിതമാണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവന് കുടുസായ ജീവിതമുള്ളത്, കുടുസായ ജീവിതം മാത്രല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് അവനെ അന്ധനായിട്ടാണ് നാം ഒരുമിച്ച് കൂട്ടുന്നത്. കണ്ണുപൊട്ടനായി പരലോകത്ത് വരും. അള്ളാന്റെ കലാമിനെ, അവന്റെ ഉത്ബോധനത്തെ അവഗണിച്ചവൻ. അപ്പം അവൻ പരലോകത്ത് വെച്ച് ചോദിക്കും, റബ്ബേ, ഞാൻ ഭൂമിയിൽ കണ്ണ് കാണുന്നവനായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനിവിടെ അന്ധനായി വന്നത്? അപ്പം അല്ലാഹ് പറയാണ്, ശരിയാണ്, പക്ഷേ എൻ്റെ ആയാത്തുകൾ നിനക്ക് വന്നപ്പോൾ ആ ആയത്തുകളെ നീ മറന്നു കളഞ്ഞിരിക്കുകയാണ് ഭൂമിയിൽ വെച്ച്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിന്നെയും ഞാൻ ഇതാ അവഗണിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുമെന്നാണ് സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, ഭൗതിക വിഷയങ്ങളിൽ നാം കാണിക്കുന്ന പ്രത്യേകതയും അതിന് കാണിക്കുന്ന സവിശേഷതയും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലും ഉണ്ടാകണേ. അല്ലേ? ദുനിയാവിന്റെ ഓരോ വിഷയത്തിലും നമ്മൾ എത്ര ശ്രദ്ധ കാണിക്കാറുണ്ട്. ഖുർആൻ പഠിക്കാൻ പറഞ്ഞാൽ പറയും, അതൊന്നും ഇനി എനിക്ക് പഠിയില്ലാന്ന്, അതൊന്നും ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് പഠിയില്ലാന്ന്. എന്നാലോ ദുനിയാവിന്റെ വിഷയമാണെങ്കിലോ അത് പഠിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ കമ്പനിയിൽ നമ്മളെ മുദീർ നമുക്ക് ഒരു ലെറ്റർ കൊണ്ടുവന്നു, അറബിയിലാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? തുറന്നു നോക്കുമ്പോൾ മനസ്സിലാണില്ല, അവിടെ കിടക്കട്ടെ, അതെന്താ പോട്ടെ. അല്ല, നമ്മൾ അറബി അറിയണ ഏതെങ്കിലും ജാലിയാത്തിൽ ചെന്നിട്ട്, ഉസ്താദ് ഏതൊന്ന് വായിച്ചെന്നാൽ ഈ കമ്പനി തന്ന ലെറ്ററാണ്, എന്താ ഇതിത്തെ വിവരങ്ങൾ അറിയാം. അങ്ങനെ വായിച്ച് അപ്പോൾ കമ്പനിയിൽ എന്താ കമ്പനീൻ്റെ ലെറ്റർ, നിങ്ങൾ ഇന്ന കോഴ്സും കൂടെ പാസ്സാകുകയാണെങ്കിൽ നിങ്ങളെ ജോലിയിൽ ഒന്നും കൂടെ കയറ്റം, ശമ്പളത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താ നമ്മൾ തീരുമാനിക്കുക? അതൊന്നും പഠിച്ചിട്ട് പിന്നെ ശമ്പളമൊന്നും വേണ്ട എന്നല്ലല്ലോ. അതൊരു 6 മാസത്തെ കോഴ്സാണെങ്കിൽ അത് ആരെടുത്ത് പോയിട്ടാണോ പഠിക്കാൻ പറ്റുക, അതിന് എന്തൊക്കെ ത്യാഗം സഹിക്കാൻ പറ്റുമോ അത് പഠിച്ച് അതിന് സർട്ടിഫിക്കറ്റ് ഇട്ട് വരും. അല്ലേ? ആ ശമ്പളം നമ്മൾ നേടും. ദുനിയാവിൻ്റെ വിഷയമാണിത്. എന്നാലോ ആഖിറത്തിന്റെ വിഷയത്തിൽ ഈ ഒരു പ്രാധാന്യം പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഈ മാസത വരുമ്പോൾ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്തും. അല്ലേ? ഇപ്പം ഞാൻ കൈവക്കാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഈ സദസ്സിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ കൈവയ്ക്കും. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്ത ആളുകൾ ആരൊക്കെയെന്നൊന്ന് കൈവയ്ക്കും എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷേ എത്ര ആളുകൾക്ക് കൈവക്കാൻ കഴിയുമെന്ന് നമ്മുടെ സ്വന്തം മനസ്സുകളോട് നമ്മൾ ചോദിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മാസത്തെ വരവേൽക്കുമ്പോൾ ഖുർആനിൻ്റെ കാര്യം നമ്മൾ മറക്കരുത്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത നരകമോചനത്തിന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാഅ റമളാൻ, ഇദാ ദഖല റമളാൻ, റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയായി. വഗുല്ലിഖത്ത് അബ്വാബു ജഹന്നം, നരക കവാടങ്ങൾ അടക്കപ്പെടുകയായി. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും വസുഫിദത്തി ജിന്നുകളിൽപ്പെട്ട ശയാത്തീനുകളിൽപ്പെട്ട മർക്കട മുഷ്ടിക്കാരായ ധിക്കാരികളായ പിശാചുക്കളെ ചെങ്ങലകളിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഏറെയാണ്, നരകത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. മനുഷ്യരെ വഴിതെറ്റിക്കുന്ന വലിയ വലിയ ധിക്കാരികളായ പിശാചുക്കളെ പോലും ചെങ്ങലകളിൽ ബന്ധിക്കുകയാണ്. വയുനാദീ മുനാ
മുനാദിൻ, വാനലോകത്ത് നിന്നൊരാൾ വിളിച്ചു പറയും. റമളാനിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ വാനലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വാ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ നീ പിറകോട്ട് പോ. നീ ഒരിക്കലും തിന്മ ചെയ്യരുത്. തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ നീ അത് നിർത്ത്. ഈ മാസത്തിൽ നീ തിന്മ ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലില്ലാഹി തആല ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ഓരോ രാവുകളിലും അതാ നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുകയാണ്. എല്ലാ രാവുകളിലും അത് നിലനിൽക്കുന്നു. 30 രാവുകളിലും അതാ നിലനിൽക്കുകയാണ്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് ജനങ്ങളെ, അവന്റെ അടിമകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്ത് തോതിവാസം ചെയ്ത് നരകത്തിലേക്ക് പോകാൻ ഇനി മരണം മാത്രമേ തടസ്സമുള്ളൂ. ആ മരണം മാത്രമേ ഇനി നരകത്തിലേക്ക് പോകാൻ തടസ്സമുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ റമളാൻ വരുമ്പോ അതാ അവര് ശരീരം ശുദ്ധീകരിക്കുന്നു, മനസ്സ് ശുദ്ധീകരിക്കുന്നു, തൗബ ചെയ്യുന്നു, നല്ല മനുഷ്യരായി ജീവിക്കുന്നു. അവർക്ക് അല്ലാഹു സ്വർഗമായി, സ്വർഗത്തിന്റെ ആളുകളായി അല്ലാഹു അവരെ രേഖപ്പെടുത്തുകയാണ്. ഇതും റമളാനിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ. റമളാനിൽ ദുആ ചെയ്യണം നമ്മൾ. പടച്ചോനെ, അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്ന ഭാഗ്യവാന്മാരില്ലേ, അവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവരായ ഞങ്ങളെയും കൂടെ നീ രേഖപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയും ഈ മാസത്തിൽ നമ്മളിൽ നിന്നുണ്ടാകണേ. ഇനി സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? നോമ്പിന്റെ കൽപ്പന ആരോടാണ്? നോമ്പ് നോൽക്കണം എന്നാരോടാണ് റബ്ബ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലാണല്ലോ നോമ്പുമായി ബന്ധപ്പെട്ട കൽപ്പനയുള്ളത്. ആരോടാണ് നോമ്പനുഷ്ഠിക്കാൻ അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ലേ, എന്താ ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ എന്ന വിളി വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ നോമ്പിന്റെ വിഷയം പറഞ്ഞപ്പോ യാ അയ്യുഹന്നാസ് എന്നല്ല റബ്ബ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ. വിശ്വാസികളാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്, മുസ്ലിമീങ്ങളാണ് നോമ്പനുഷ്ഠിക്കേണ്ടത്. വിശ്വാസികളാണെങ്കിൽ മാത്രമേ അവരുടെ നോമ്പല്ല കബൂലാക്കുകയുള്ളൂ. സഹീഹുൽ ബുഖാരിയിലും കാണാം, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാനിൽ ഇഹ്തിസാബോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനിക അടിത്തറയിൽ നോമ്പനുഷ്ഠിക്കുന്നത്, അവന്റെ ഗതകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഈ ആയത്തിൽ നിന്നും ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത്? ഈമാൻ ഭദ്രമാകാതെയുള്ള നോമ്പ് കൊണ്ട് കാര്യമില്ല, നമസ്കാരം കൊണ്ട് കാര്യമില്ല, കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് കാര്യമില്ല. അല്ലേ? റമളാൻ മാസം വന്നാൽ ചിലപ്പോൾ പത്രത്തിലൊക്കെ കാണാം, വേലായുധൻ നോമ്പിലാണ്, അല്ലേ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാമൻകുട്ടി നോമ്പെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിമീങ്ങളത് വലിയ ആഘോഷമായി കൊണ്ടെടുക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമികമായി അതിനൊരു വിലയില്ല, ഒന്നുമില്ല. കാരണം ഒരാളുടെ നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രയോജനമുണ്ടാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈമാൻ ശരിയാവണം. നമ്മുടെ ഈമാൻ കലർപ്പില്ലാത്ത, ശിർക്ക് വരാത്ത, ബഹുദൈവാരാധന വരാത്ത ശുദ്ധമായ ഈമാനിന്റെ ഉടമയാരാണോ അവന്റെ നോമ്പേ കബൂലാകുകയുള്ളൂ, അവന്റെ നമസ്കാരമേ കബൂലാകുകയുള്ളൂ, അവന്റെ ഉംറയെ കബൂലാകുകയുള്ളൂ. അതുകൊണ്ട് ചിന്തിച്ചോ, എൻ്റെ വിശ്വാസം എങ്ങനെയാണ്? എൻ്റെ വിശ്വാസരംഗത്ത് എനിക്ക് വല്ല തകരാറും വന്നോ? റബ്ബിനോടല്ലാതെ ഞാൻ ദുആ ചെയ്യാറുണ്ടോ? എങ്കിൽ എൻ്റെ വിശ്വാസം തകർന്നിട്ടുണ്ട്
പോയിട്ടുണ്ട്, അല്ലാഹുവല്ലാത്തവരോട് ഞാൻ സങ്കടം പറയാറുണ്ടോ, എങ്കിൽ എൻ്റെ വിശ്വാസം മലിനമാണ്. ഖബറിൻ്റെ അടുത്ത് പോയി ഞാൻ എൻ്റെ ആവലാതി പറയാറുണ്ടോ, എങ്കിൽ എൻ്റെ വിശ്വാസം തകർന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ നിലക്കുള്ള ശിർക്ക് വരും എന്ന് പറയുന്ന എൻ്റെ റസൂല് പഠിപ്പിച്ച കാരണങ്ങൾ ഏതെങ്കിലും ഞാൻ ചെയ്യാറുണ്ടോ? ഞാൻ ജ്യോത്സ്യനെ സമീപിക്കാറുണ്ടോ? ഞാൻ ഭാവി പ്രവചിക്കുന്നവനെ സമീപിക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിൽ വല്ലതും മന്ത്രിച്ച് കെട്ടാറുണ്ടോ? ഞാനിങ്ങനെ ലക്ഷണം നോക്കാറുണ്ടോ? ഈ നിലക്കുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് റമദാനിൽ പട്ടിണി കിടക്കുന്നത്? ഞാൻ എന്തിനാണ് ആ മാസത്തെ വരവേൽക്കുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒരു പ്രയോജനവുമില്ലല്ലോ. അത് അല്ലാഹു കബൂലാക്കുകയില്ല. അതുകൊണ്ട് ഈമാനിനെ ശുദ്ധീകരിച്ചിട്ടേ ഈ മാസത്തെ കാത്തിരുന്നിട്ട് കാര്യമുള്ളൂ. ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഈമാനില്ലാത്ത കർമ്മങ്ങളുടെ ഉദാഹരണം. നമ്മളൊരു വീടുണ്ടാക്കി സഹോദരങ്ങളെ, നല്ല ഒരു വീട്, ഒരാളൊരു വീട് പണി കഴിച്ചു. അടിത്തറ അത്ര ഭദ്രമല്ലെങ്കിലും അതിൻ്റെ മുകൾ ഭാഗം വലിയ അലങ്കാരമുണ്ട്, നല്ല സുന്ദരമായ പെയിന്റാണ്. അതിൻ്റെ ജനാലകൾ നല്ല അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ മുകൾ ഭാഗം നല്ല ഭംഗിയാർന്നതാണ്. നല്ല ചന്തമുള്ളൊരു വീടുണ്ടാക്കി ഒരാൾ. പക്ഷേ അടിത്തറ ഭദ്രമല്ലെങ്കിൽ അടുത്ത കാറ്റിൽ അതല്ലെങ്കിൽ അടുത്ത മഴയിൽ അത് പൊളിഞ്ഞു വീഴുന്നത് പോലെ അടിത്തറ ഭദ്രമാകാത്ത കർമ്മങ്ങൾ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് അടിത്തറ ഭദ്രമാകൽ വളരെ പ്രധാനമാണ്. അടിത്തറ ഭദ്രമാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനികമായ നിലക്ക് ഈമാൻ വളരെ കൃത്യമായ നിലക്ക് എപ്പോഴും പരിശോധിക്കപ്പെടണം. എൻ്റെ വിശ്വാസത്തിൽ തകരാറ് വന്നിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വിശദമായി പറയുന്നില്ല, സൂചിപ്പിച്ചു പോകുകയാണ്. ഇനി സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ഈ ആയത്തിൻ്റെ ശൈലി ഒന്നെടുത്ത് പരിശോധിക്കണം നമ്മൾ. നോക്കൂ, നിങ്ങൾ നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹ് നമ്മെ സമാധാനിപ്പിക്കാൻ, നിങ്ങൾക്ക് മാത്രമൊന്നല്ല കേട്ടോ നോമ്പ്, മുൻഗാമികൾക്കുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന കേസല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളെ മുൻഗാമികളും നോമ്പ് നോറ്റിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണല്ലോ അല്ലേ. നമുക്കുള്ളൊരു പ്രശ്നം വേറൊരാൾക്കും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാവും. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് വലിയൊരു മാരകമായൊരു രോഗമുണ്ട് നിങ്ങൾക്ക്, അങ്ങനെ ആ വേവലാതിയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളെ സുഹൃത്ത് നമ്മളോട് ഫോൺ ചെയ്ത് പറഞ്ഞ് തീരെ സുഖമല്ല. എന്തു പറ്റി? ഡോക്ടർ പരിശോധിച്ച് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമാധാനമായി. അയാൾക്കുണ്ടല്ലേ, എനിക്ക് മാത്രമല്ല അല്ലേ. അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിയാണ്. നമ്മുടെ റൂമിലെ കറണ്ടാണ് പോയി. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളിങ്ങനെ അപ്പുറത്തേക്ക് നോക്കും, അപ്പുറത്ത് കറണ്ട് ഉണ്ടോ? അപ്പുറത്തും പോയിക്കണം. അപ്പോൾ നമ്മളെ പ്രശ്നം മാത്രമല്ല, സമാധാനമായി അല്ലേ. ഇത് മനുഷ്യൻ്റെ ഒരു മാനസികമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് മാത്രമല്ല മുൻഗാമികളായ നിങ്ങളുടെ മറ്റുള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കത്തെ അവൻ ഉദ്ദേശിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, നോമ്പിലൂടെ റബ്ബിൻ്റെ അപാരമായ കാരുണ്യമാണ് നമ്മൾ വായിക്കുന്നത്, മനസ്സിലാക്കുന്നത് അല്ലേ. അല്ലാഹ് പറയാണ്, നോമ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹ് സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് മാത്രമല്ല മുൻഗാമികൾക്കുണ്ട്. തുടർന്ന് അല്ലാഹ് പറയാണ്, കുറേ ദിവസങ്ങളൊന്നും ഇല്ലട്ടോ, അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ മാത്രം, എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ നോമ്പുള്ളൂ. അവിടെയും നിങ്ങളെ പ്രയാസപ്പെടുത്തലല്ല. ഒരു ദിവസം മുഴുവനും നോമ്പില്ല, ഒരു ദിവസം
ദിവസത്തിന്റെ പകൽ മാത്രമാണ് നോമ്പ്. അതേപോലെ തന്നെ നോമ്പ് മുറിക്കാതെ തുടർത്തി കൊണ്ടുപോകുന്നതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. നഹാ അൻ സൗമിൽ വിസാൽ, നോമ്പ് തുറക്കാതെ അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ശരീരപീഡനത്തെയും ഇസ്ലാം വിരോധിക്കുകയാണ്. നോമ്പ് തുറക്കാൻ നേരമായാൽ ഒരു 5 മിനിറ്റ് പോലും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അത് മുത്തുനേതാവിന്റെ കൽപ്പനക്കെതിരാണ്. ഒരാൾ നോമ്പ് തുറക്കാൻ സമയമായി, ബാങ്ക് വിളിച്ചു, എന്നിട്ട് ഒരാൾ പറയാണ് ഞാൻ ഇത്ര നേരം നോമ്പെടുത്തില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ നോമ്പ് തുറക്കുകയുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ പോലും അത് മുത്തുനേതാവിന്റെ കൽപ്പനക്ക് എതിരാണ്. അപ്പൊ സഹോദരങ്ങളെ, നോമ്പിന്റെ വിഷയം അങ്ങനെയാണ്. ഇനി ആ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. നോക്കൂ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നമ്മുടെ ചുറ്റുപാടുകൾ മലീമസമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ മലീമസമാണ്. കണ്ണ് താഴ്ത്തി നടന്നാൽ പോലും കൽബിൽ കറപുരളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളിൽ കളങ്കമേശുന്ന അന്തരീക്ഷമാണ് നമ്മുടെ പരിസരങ്ങളിലുള്ളത്. തഖ്വയുടെ പരിരക്ഷയില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് തഖ്വ വേണോ? സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണോ? അതിനുള്ള വലിയ നേട്ടമാണ് നോമ്പിൽ ൂടെയുള്ള നേട്ടം. നോമ്പ് സത്യത്തിൽ ഒരു മദ്രസയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്താണെന്നറിയോ? നോമ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മദ്രസയാണ്, ഒരു പാഠശാലയാണ് എന്നുള്ളതാണ്. നോമ്പ് പാഠശാലയാണ്. ഉന്നതമായ ഗുണങ്ങൾ, ഉന്നതമായ പ്രത്യേകതകൾ സത്യവിശ്വാസികൾ ശീലിക്കുന്ന വലിയൊരു മദ്രസയാണ് നോമ്പെന്ന് പറയുന്നത്. പാഠശാലയാണ് നോമ്പ്. വലിയ ഗുണങ്ങൾ, ദാനശീലം നേടിയെടുക്കുന്നു, സഹനശീലം നേടിയെടുക്കുന്നു. ഉന്നതമായ ഗുണങ്ങൾ അതാ നോമ്പിലൂടെ അവൻ നേടിയെടുക്കുകയാണ്. അപ്പൊ നോമ്പിന്റെ ലക്ഷ്യം എന്താ? തഖ്വയാണ് അല്ലേ? ഈ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മുഷിപ്പുണ്ടാവും. പക്ഷേ ഒരു 10 മിനിറ്റും കൂടെ നിങ്ങൾ ക്ഷമിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നോമ്പിൻ്റെ ലക്ഷ്യം തഖ്വയാണ്, സൂക്ഷ്മത ഉണ്ടാവലാണ്. ചില ആളുകൾ വിചാരിക്കും, ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ എടുക്കണം. എന്തിയേ? കൊളസ്ട്രോളൊക്കെ ഒന്ന് കുറയണം. നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ഒക്കെ ഒന്ന് കുറയല്ലോ ഇൻഷാ അല്ലാഹ് നോമ്പ് വരുമ്പോൾ. അതേപോലെ തന്നെ ഭയങ്കര ബി പി കുറയും. അതേപോലെ ഷുഗർ കംപ്ലൈൻറ്റ് നല്ലോണം ഉണ്ട്. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുമ്പോഴൊക്കെ അത് പരിഹരിക്കപ്പെടും. അങ്ങനെ ശരീരത്തിൽ കുറേ ദുർമേധസ്സുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യപ്പെടും. ഇൻഷാ അല്ലാഹ് റമദാനിലൊക്കെ ഒന്ന് നോമ്പെടുക്കണം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അവൻ്റെ നീയത്തിൽ തകരാറ് വന്നു. ഒരാൾ നോമ്പെടുക്കുന്നത് BP കൺട്രോൾ ചെയ്യപ്പെടാനല്ല, ഷുഗർ കംപ്ലൈന്റ് പരിഹരിക്കപ്പെടാനല്ല, കൊളസ്ട്രോൾ കുറയാനല്ല, ദുർമേധസ്സുകൾ നീങ്ങാനല്ല. മറിച്ച് അവൻ നോമ്പെടുക്കേണ്ടത് എൻ്റെ റബ്ബിന്റെ പ്രതിഫലം കിട്ടണം എനിക്ക്, അതിലൂടെ എൻ്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത ഈ തഖ്വ എനിക്ക് നേടിയെടുക്കാൻ കഴിയണം. ആ ലക്ഷ്യമായിരിക്കണം നോമ്പ് നോൽക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. എന്നാലോ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് എതിരല്ല ഇസ്ലാം. ചിലപ്പോൾ ഒരാൾ നോമ്പ് എടുക്കുമ്പോൾ അയാൾക്ക് കൊളസ്ട്രോൾ കുറയാം, BP കൺട്രോൾ ചെയ്യപ്പെടാം, അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാം. അതൊക്കെ ശരിയാണ്. അതൊന്നുമല്ല ലക്ഷ്യം. ലക്ഷ്യം എന്താണ്? അള്ളാഹു പറഞ്ഞ ലക്ഷ്യത്തിനായിരിക്കണം നോമ്പനുഷ്ഠിക്കേണ്ടത്. ആ ഒരു ലക്ഷ്യമില്ലെങ്കിൽ നോമ്പ് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഒന്നാമത്തെ ലക്ഷ്യം തഖ്വയാണ്. രണ്ടാമത്തെ ലക്ഷ്യം ഏതാണെന്നറിയോ? രണ്ടാമത്തെ ലക്ഷ്യം സ്വർഗപ്രവേശനമാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിലെത്തണം എന്നാണ് അല്ലേ? എന്നാ കേട്ടോളി, നോമ്പിന്റെ പ്രത്യേകത കേട്ടോളി. ഇതാണ് മനസ്സിലാക്കിയിട്ട് നോമ്പെടുക്കുമ്പോൾ എന്തൊരു സുഖമായിരിക്കും അല്ലേ? ഇതാണ് മനസ്സിലാക്കിയിട്ട് നോമ്പെടുക്കുമ്പോഴുള്ള സുഖം എത്രയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടുകൊള്ളൂ സഹോദരങ്ങളെ. നിർബന്ധ നോമ്പിനെ കുറിച്ചല്ല പറഞ്ഞത്, സുന്നത്ത് നോമ്പ്. ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ 30 ദിവസം ഫർള് നോമ്പെടുത്താൽ അതിന്റെ പ്രത്യേകത നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ പ്രത്യേകത ഹബീബ് പറയുന്നത് കേട്ടോ. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്അഹു അനിൻ നാരി 70 ഖരീഫാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരടിമയാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 കൊല്ലം സഞ്ചരിക്കാനുള്ള വഴിദൂരം എത്രയാണോ അത്ര വഴിദൂരം അകലേക്ക് അവൻ്റെ മുഖത്തെ അകറ്റപ്പെടാതിരിക്കുകയില്ല. 70 കൊല്ലം നമ്മൾ സഞ്ചരിച്ചാൽ എത്ര ദൂരത്തെത്തോ അത്ര അകലേക്ക് അവനെ അകറ്റപ്പെടും നരകത്തുനിന്ന്. ഒരു ദിവസം സുന്നത്ത് നോമ്പെടുത്താൽ, എന്നാലോചിച്ച് നോക്ക്, ഒരു ദിവസത്തെ സുന്നത്ത് നോമ്പ്. പക്ഷെ എടുക്കുന്ന നോമ്പ് സുന്നത്താകണം, അതിന് തെളിവ് വേണം അല്ലേ? ഇന്നിപ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് നിങ്ങൾ, സുന്നത്ത് നോമ്പെടുക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല, സുന്നത്തല്ലാത്തതിൻ്റെ പിന്നാലെ ഓടാനാ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാ. അറഫ നോമ്പ് വലിയ നേട്ടമുള്ള നോമ്പാ. ആശൂറാവ് മുഹറം 9, 10 വലിയ പുണ്യമുള്ളതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കുക, വലിയ പുണ്യമുള്ളതാണ്. ശഅബാൻ മാസത്തിന്റെ ബഹുഭൂരിപക്ഷം ദിവസങ്ങളിൽ നോമ്പെടുക്കുക, വളരെ പുണ്യമുള്ളതാണ്. ഇതൊന്നും എടുക്കാൻ ആരുമില്ല. പിന്നെ ആളുകൾക്ക് താല്പര്യം എന്താണെങ്കിലും വേണ്ടില്ല, മിയറാജിന്റെ നോമ്പ് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ അല്ലേ? ചങ്ങാതിയെ, മിയറാജിന്റെ നോമ്പെടുക്കാൻ എവിടെയാ തെളിവ്? എന്നാ മിയറാജ് ഉണ്ടായത്? എവിടെയല്ലത്? അള്ളാഹുവിന്റെ റസൂൽ അന്ന് നോമ്പെടുത്തിട്ടുണ്ടോ? സഹാബത്ത് നോമ്പെടുത്തിട്ടുണ്ടോ? തെളിവില്ലല്ലോ. പിന്നെന്തിനാ അതിന്റെ മസിൽ പിടിച്ച് വാശി പിടിച്ച് അതിന്റെ പിന്നാലെ പോണ്? ഇള്ള നോമ്പെടുത്തൂടെ? ഇള്ള നോമ്പോടല്ലേ? ശഅബാനിൽ ഏത് ദിവസം നിനക്ക് നോമ്പെടുക്കാലോ. ബറാത്ത് രാവിന്റെ നോമ്പ് ശഅബാൻ 15ന്റെ നോമ്പെടുക്കാതെ ഒരു പരിപാടിക്കും ഞാനല്ല അല്ലേ? വാശി പിടിക്കും. ശഅബാൻ 15ന് നോമ്പെടുക്കാൻ എവിടെ തെളിവുള്ളത്? തെളിവില്ലല്ലോ. ഉള്ളത് എടുത്തൂടെ? അപ്പോ ഉള്ള നോമ്പുകൾ സുന്നത്തു നോമ്പുകൾ, ആ നോമ്പ് ഒരു ദിവസം എടുത്താൽ അതിന്റെ പ്രത്യേകത ഒന്നുകൂടെ കേട്ടോ. മൻസാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസം ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്താൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖന്ദഖാ കമാ ബൈനസ് സമാഇ വൽ അർള്, ആകാശവും ഭൂമിയും തമ്മിലിടയിലുള്ള വ്യത്യാസം എത്രയാണോ ഇതുപോലെ അവനും നരകത്തിനുമിടയിൽ അല്ലാഹു വലിയ ഒരു വ്യത്യാസമുണ്ടാക്കും, വലിയൊരു ഗർത്തമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്നവൻ അകറ്റപ്പെടുന്നതാണ് ആകാശഭൂമി തമ്മിലുള്ള വ്യത്യാസം പോലെ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ സന്തോഷമാണ്. അതുകൊണ്ട് വിശ്വാസികളെ സന്തോഷിച്ചുകൊള്ളൂ. സന്തോഷിക്കാൻ അവസരമുള്ള നാളുകളാണ് നമ്മിലേക്ക് സമാഗതമാകാനിരിക്കുന്നത്. ഈ ഒരു നീയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഇനി നമ്മുടെ വലിയ ആഗ്രഹം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിച്ചാൽ മാത്രം പോരാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം പോരാ, സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? അതുകൂടെ കേട്ടോ. മഹാനായ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുന്നു. എന്നിട്ട് മുത്തു ഹബീബിനോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമയുടെ ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചോ, എന്താ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുർനി ബി അമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അമല് അങ്ങൊന്നൊന്ന് കൽപ്പിക്കണേ നബിയേ. പ്രിയപ്പെട്ട സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? നിസ്കരിച്ചോ എന്നാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്നല്ല പറഞ്ഞത്. ഹജ്ജ് ചെയ്തോ എന്നല്ല പറഞ്ഞത്. അതൊക്കെ വേണം. നിസ്കാരമാണ് ആദ്യം വിചാരണ ചെയ്യുന്നത് കർമ്മങ്ങളിൽ. നിസ്കാരമില്ലാത്തവൻ്റെ കഥ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാരമില്ലാത്തവന് നോമ്പുണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ അതിനൊന്നുമില്ലാത്തൊരു പ്രത്യേകത നോമ്പിനുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അലൈക ബിസ്സൗമി, നീ നോമ്പനുഷ്ഠിച്ചോ, ഫഇന്നഹു ലാ മിത്ല ലഹു, അതുപോലെ വേറെ ഒന്നുമില്ല, അതിന് സമാനമായ മറ്റൊന്നുമില്ല. നോമ്പിന്റെ പ്രത്യേകതയാണത്. ഇതൊക്കെയാണ് ഈ മാസത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ മനോമുഖരങ്ങളിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്. നമ്മൾ നോമ്പെടുക്കേണ്ടത് എങ്ങനെയാ? അള്ളാന്റെ റസൂൽ എങ്ങനെയാ നോമ്പെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അല്ലേ? ഏതു കാര്യം എങ്ങനെയാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കും. എൻ്റെ വാപ്പ നിസ്കരിക്കുന്നത് കണ്ട പോലെയെന്നല്ല, എൻ്റെ കാക്കകാരന്മാർ നിസ്കരിക്കുന്നത് പോലെയെന്നല്ല, എൻ്റെ റസൂൽ എങ്ങനെ നിസ്കരിച്ചു അതേപോലെ ഞാൻ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം. നോമ്പിൻ്റെ കാര്യം എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂല് എങ്ങനെയാണോ നോമ്പെടുത്തത് അതുപോലെയാണ് നമ്മളും നോമ്പെടുക്കേണ്ടത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പെന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങളിൽ ഭക്ഷണക്രമത്തിൽ കൺട്രോൾ ചെയ്യലല്ല. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നോമ്പ് പറഞ്ഞാൽ ഭക്ഷണക്രമങ്ങളിലുള്ള ആ ക്രമീകരണം അല്ല. അത് മാത്രമല്ല നോമ്പ്, അല്ലേ? അത് മാത്രം നോമ്പെങ്കിൽ അങ്ങനെ ഭക്ഷണത്തിന്റെ ടൈം ടേബിളിൽ ഒരു വ്യത്യാസം വരുത്തിയ ലോകത്ത് ആളുകൾ നന്നാവുമെങ്കിൽ രാഷ്ട്രീയക്കാർ നന്നാകേണ്ടതായിരുന്നു, അല്ലേ? സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് മുദ്രാവാക്യം വിളിച്ച് വൈകുന്നേരം നാരങ്ങ നീരും കുടിച്ച് പിരിഞ്ഞു പോകുന്ന രാഷ്ട്രീയക്കാര് പിന്നെയും അവരുടെ തെറിയഭിഷേകങ്ങൾ അവർ തുടർന്നു പോവുകയാണ്. ഒരു രാഷ്ട്രീയക്കാരുടെ ലോകത്ത് നന്നാകാറില്ല, രാഷ്ട്രീയത്തെ അധിക്ഷേപിച്ച് സംസാരിക്കില്ല, അല്ലേ? നന്നാകാറില്ല ഈ ഒരു ഉപവാസം കൊണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നു കേവലം പട്ടിണി കിടന്നുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവൂല. പിന്നെയോ അവന്റെ ആമാശയത്തിന് മാത്രം പോരെ നോമ്പ്, അവന്റെ നാവിനെ ഇംസാക്ക് ചെയ്യണം, അവൻ പിടിച്ചു വെക്കണം. അവന്റെ നാവ് ചൊറിയുകയാണ് ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, തോന്നിവാസങ്ങൾ പറയാൻ. നാവിനെ അവൻ പിടിച്ചു വെക്കണം. അവന്റെ മനസ്സിൽ ഓർമ്മ വേണം, ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനല്ലേ. അവന്റെ ചെവി കൊണ്ട് അവൻ ഹറാമ് കേൾക്കല്ലേ, സംഗീതം അവൻ കേൾക്കല്ലേ, വൃത്തികെട്ടത് അവൻ കേൾക്കല്ലേ. അവന്റെ ചെവിയെ അവൻ പിടിച്ചു വെക്കണം, ഞാൻ നോമ്പുകാരനല്ലേ. കണ്ണിനെ അവൻ ഹറാമിൽ നിന്ന് അവൻ പിടിച്ചു വെക്കണം, ഞാൻ നോമ്പുകാരനല്ലേ. റൂമിൽ ഇങ്ങനെ എത്ര റമളാനിൽ ഇപ്പം ഈ വർഷത്തെ റമളാനിൽ 15 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പം ചില ആളുകൾ ഇങ്ങനെ വിചാരിക്കും സമയം പോകണ്ടേ, കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു നോക്കും, സമയം പോകണില്ല. അപ്പോൾ TV ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് ഓൺ ചെയ്തിട്ട് പലതും കാണുന്നു കേൾക്കുന്നു. പട്ടിണി കിടന്നിട്ട് യാതൊരു കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയകളൊക്കെ നമ്മുടെ നോമ്പിനെ ഇല്ലാതാക്കും എന്നുള്ളതാണ് എൻ്റെ സംശയം, അല്ലേ? ഒരു കാരണവശാലും നിങ്ങൾ ഫേസ്ബുക്ക് ഒന്നും നോമ്പിന് ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ കഴിയൂല. കാരണം എന്താണെന്ന് നിങ്ങൾ നോമ്പ് നോറ്റ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു പെണ്ണിൻ്റെ നഗ്ന ചിത്രം, ഒരു പരസ്യം, ചിലപ്പോൾ ഒരു എയർ അറേബ്യൻ്റെ പരസ്യം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഗതിയുടെ പരസ്യം പെട്ടെന്ന് വരികയാണ് നമ്മുടെ സ്ക്രീനിലേക്ക്, ഇല്ലേ? നമ്മൾ നോമ്പുകാരനായിരിക്കും അത് കാണുകയാണ്. നമ്മുടെ നോമ്പിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരുപക്ഷെ വാട്സപ്പ് നാം ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളതെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം, അല്ലാഹു അഅലം. പക്ഷേ ഫേസ്ബുക്കൊന്നും ഞാനതിന് എതിർത്ത് പറയില്ല. പക്ഷെ നോമ്പുകാരനായിരിക്കെ എപ്പോഴും ഹറാമ് കാണാൻ പാടില്ല. നോമ്പുകാരനായിരിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അതുകൊണ്ട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ റമളാനിനെ നഷ്ടപ്പെടുത്തുന്നതിനെ വലിയ ജാഗ്രതയോടുകൂടെ സഹോദരന്മാരെ നമ്മൾ കാണണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ സിയാമു മിനൽ അക്ലി വശുർബി, പാനീയങ്ങളിൽ നിന്നും അതേപോലെ ഭക്ഷണത്തിൽ നിന്നും വിട്ടുനിൽക്കൽ മാത്രമല്ല നോമ്പ്. ഇന്നമസ്സിയാമു മിനൽ ലഗവി വറഫസി, ഹറാമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നോമ്പുകാരൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അവന് ഓർമ്മ വേണം, പഠിച്ചവനെ എൻ്റെ അവയവങ്ങളൊക്കെ പരലോകത്ത് വിചാരണ ചെയ്യുമല്ലോ, എൻ്റെ എല്ലാ സംഗതികളും വിചാരണ ചെയ്യപ്പെടുമല്ലോ, അതുകൊണ്ട് ഞാൻ ഹറാമ് കാണാൻ പാടില്ലല്ലോ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹ് പറഞ്ഞില്ലേ, കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാള് വരാനുണ്ട്. അന്ന് അവരുടെ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവ് അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നു, അവരുടെ കൈകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുന്നു. അവർ പ്രവർത്തിച്ചതിനെതിരെ, അവർ പ്രവർത്തിച്ച കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ അവയവങ്ങളും റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്ന ഒരു രംഗം വരാനുണ്ടല്ലോ. അതാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. പഠിച്ചവനെ ഞാനിതുകൊണ്ട് കാണാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എത്ര എത്ര നോമ്പുകാരാണ് റുബ്ബ സ്വായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജൂഉ വൽ അതസു വറുബ്ബ ഖായിമിൻ ഹല്ലുഹു മിൻ ഖിയാമിഹി അസ്സഹറു. എത്ര എത്ര നോമ്പുകാരാണ് അവൻ്റെ നോമ്പ് കൊണ്ട് വിശപ്പും അതേപോലെ തന്നെ വേദനയുമല്ലാതെ അവൻ മറ്റെന്താണ് സഹിച്ചത്. എത്ര എത്ര നോമ്പുകാരാണ് രാത്രി നമസ്കരിക്കുന്നവരാണ്, അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് അവർക്ക് ഉറക്കമൊഴിക്കലല്ലാതെ എന്ത് നേടാൻ കഴിഞ്ഞു എന്ന്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ നന്നായി സൂക്ഷിക്കുക. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. നോമ്പിൽ ഏറ്റവും പ്രധാനമാണ് നീയത്ത്. നീയത്തില്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടില്ല. നോമ്പിലും നീയത്ത് അനിവാര്യമാണ് കേട്ടോ. നീയത്തില്ലാത്ത കർമ്മങ്ങൾ കബൂലാവുകയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയാ അപ്പം നീയത്ത്, അല്ലേ? പണ്ടൊക്കെ നീയത്തിൻ്റെ വാചകങ്ങൾ ചൊല്ലിക്കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിൽ. എങ്ങനെയാ? റമദാൻ മാസമാകുമ്പോൾ അത്താഴത്തിന്
വീട്ടിലെ പ്രധാനപ്പെട്ട ആരാ ഗൃഹനാഥനെങ്കിൽ അതിൽ കുറച്ച് വിവരമുള്ള ആരാണെങ്കിൽ അയാൾ ചൊല്ലിക്കൊടുക്കും എന്ത് നവൈത്തു സൗമഹുദ്ദീൻ അൻ അദാ ഇ ഫറള റമളാന ഫി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ മാസത്തെ ഫർദ് നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി വീട്ടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് ചൊല്ലിക്കൊടുക്കുന്നൊരു ഏർപ്പാട്. എൻ്റെ സഹോദരങ്ങൾ നന്നായി മനസ്സിലാക്കുക, ഇങ്ങനെ നീയത്ത് ചൊല്ലിപ്പറയുന്നൊരു ഏർപ്പാടില്ല. എല്ലാ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ കിതാബുകളിലും ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഏത് മദ്ഹബിൻ്റെ ഗ്രന്ഥാകട്ടെ നിങ്ങൾ കൊണ്ടുവന്നോളി, ഏത് ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും നീയത്ത് ചൊല്ലിപ്പറയുന്ന ഒരു ഏർപ്പാട് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. എന്താ കാരണം? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല, സ്വഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്താ നീയത്ത് എന്ന് പറഞ്ഞാൽ മഹല്ലു നീയത്തി അൽ ഖൽബ്, നീയത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയമാണ്, മനസ്സാണ്. മനസ്സിൽ കരുത്ത്, മനസ്സിൽ വിചാരിക്കുക, പഠിച്ചോനെ നിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ ഫർദ് നോമ്പ് നിനക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു എന്ന് നീയത്ത് മനസ്സിൽ വിചാരിക്കുക. അതില്ലെങ്കിൽ ഒരു നോമ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മല്ലം യുബയ്യിത്തി സിയാമ ഖബലൽ ഫജ്രി, ഫജ്റിന് മുമ്പ് ഈ നീയത്ത് ഒരാളുടെ മനസ്സിലില്ലെങ്കിൽ ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല. ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ നീയത്ത് മനസ്സിലില്ലെങ്കിൽ അവൻ അന്നത്തെ നോമ്പില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസത്തെ നോമ്പിനും നീയത്ത് വേണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് കാണുന്നതായി നമുക്ക് കാണാം. രണ്ടാമത്തെ സംഗതി, നമ്മളൊക്കെ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വൈകിയൊക്കെ ഉറങ്ങുക. അപ്പോൾ രാവിലെ ചിലപ്പോൾ അത്താഴ സമയത്ത് ഉണർന്നോളണമെന്നില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ ചിലരൊക്കെ അങ്ങനെ എണീറ്റ് നോമ്പാക്കലുണ്ട്. കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അഖലത്തുസ് സഹർ, നമ്മുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും നോമ്പിനിടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. അത്താഴം കഴിക്കണം സഹോദരങ്ങളെ. ഇനി ഒന്നിനും സമയമില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീരെ സമയമില്ലെങ്കിൽ അഹദുക്കും ജുർഅതം മിമ്മായിൻ, ഒരു ഗ്ലാസ് ഒരു ഇറക്ക് വെള്ളമെങ്കിലും അത്താഴത്തിൻ്റെ നീയത്തോടുകൂടെ നമ്മൾ കുടിക്കണം. അത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. കാരണം എന്താണെന്നറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവും അവൻ്റെ മാലാഖമാരും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത്താഴത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അത്താഴ സമയം എന്ന് പറഞ്ഞാണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കൈമലർത്തി റബ്ബിനോട് പൊട്ടിക്കരയാൻ അല്ല തന്ന മഹനീയമായ സമയമാണ് അത്താഴ സമയം. സാധാരണ നോമ്പല്ലാത്ത കാലത്തൊന്നും അത്താഴ നേരം തന്നെ നമുക്കറിയില്ല. പക്ഷെ നോമ്പിൻ്റെ സമയത്ത് ഏതാണെങ്കിലും നമ്മൾ അത്താഴം കഴിക്കാൻ ഉണരുമല്ലോ. അതുകൊണ്ട് ആ സമയത്തൊന്നും മനസ്സറിഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഒന്നാം ആകാശത്തേക്ക് നമ്മുടെ നാഥൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ആരാണ് എന്നോട് പാപമോചനം തേടാനുള്ളത്, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരാണ് എന്നോട് തൗബ ചെയ്യാനുള്ളത്, ഞാൻ അവൻ്റെ തൗബ സ്വീകരിക്കാം. ആരാണ് എന്നോട് തേടാനുള്ളത്, അവന് ചോദിച്ചത് ഞാൻ കൊടുക്കാം. അല്ലേ? നമ്മളൊക്കെ കഴിഞ്ഞ ജീവിതത്തിൻ്റെ താളുകളൊന്ന് മുറിച്ചു നോക്ക്. നാമൊക്കെ ചെയ്തു പോയ അപരാധങ്ങൾ എത്രയാ സഹോദരങ്ങളെ. പലതും നമ്മൾ മറന്നു. ഒരുപാട് ഗുരുതരമായ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീഴുന്ന നിലക്ക് വേദനിക്കുന്ന മനസ്സുമായി അത്താഴ നേരം റബ്ബിങ്കലേക്ക് കൈമലർത്തി ദുആ ചെയ്ത് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയത്ത് ലാ യസാലുന്നാസു ബി ഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ജനങ്ങൾ ധൃതി കൂട്ടിക്കുന്ന കാലമത്രയും ജനങ്ങൾ ഖൈറിലാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബാങ്ക് കൊടുത്താലും പിന്നെ കൊടുത്തോ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുത്തെ പള്ളിയിൽ നിന്ന് കൊടുത്തെങ്കിലേ ഞാൻ നോമ്പ് തുറക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ശാഠ്യം പിടിക്കുന്ന സമീപനം. അല്ലെങ്കിൽ ഇന്നൊക്കെ മൊബൈലുകളിലൊക്കെ ബാങ്ക് കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഒരാളെ മൊബൈലിൽ നിന്ന് ബാങ്ക് കൊടുത്തു സമയത്ത്, എന്നാലും പള്ളിയിൽ നിന്ന് കേൾക്കാതെ ഞാൻ മുറിക്കൂല, ഞാൻ തുറക്കൂല, അങ്ങനെയൊക്കെയുള്ള ശാഠ്യമെല്ലാം ഒഴിവാക്കുക. സമയമായാൽ ധൃതി കാണിക്കണം, അപ്പോഴാ ഖൈറ് എന്ന് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലാണ് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കണം. അതേപോലെ നോമ്പ് തുറക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ഇനി അത് ഇല്ലെങ്കിൽ കാരക്ക കൊണ്ട്, നമുക്കത് സുലഭമാണല്ലോ. അതും കിട്ടിയില്ലെങ്കിലാണ് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്, അതെല്ലാവരും പഠിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവിടുന്ന് കാന ഇദാ അഫ്തറ, അവിടുന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാലുടൻ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. ദഹബൽ ലമഉ വബ്തല്ലത്തിൽ അറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഈ ഒരൊറ്റ പ്രാർത്ഥനയെ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. വേറെ ഒരു പ്രാർത്ഥനയും വന്നിട്ടില്ല, അല്ലേ?
അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലുന്ന ചില ആളുകളുണ്ട്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല, സ്ഥിരപ്പെട്ടു വന്നതാണ് നാം ചൊല്ലേണ്ടത്. മുത്തു നേതാവ് ചൊല്ലാണ് നാം ചൊല്ലേണ്ടത്. അല്ലാത്തത് തിരുത്തണം. നമുക്ക് സ്നേഹമുള്ളത് നമ്മുടെ ഹബീബിനോട് മാത്രമാണ്. നമ്മുടെ ജീവനായ മുത്തു നേതാവ് പഠിപ്പിച്ചതല്ലാത്തതൊന്നും നമ്മൾ ചെയ്യരുത്. ഞാനത് മദ്രസയിൽ നിന്ന് പഠിച്ചതല്ലേ, ഞാനിപ്പോൾ എങ്ങനെ അത് മാറ്റുക? ഞങ്ങളെല്ലാവരും ഇപ്പം അതന്നെ ചൊല്ലണത്. അതിലൊന്നും ന്യായമില്ല. എൻ്റെ റസൂല് ചൊല്ലിയതേതോ അതേ ഞാൻ ചൊല്ലൂ. അതാണ് നമ്മുടെ സമീപനം. ദാഹം പോയി, നാഡിഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പ്രതിഫലം സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രാർത്ഥന, ദിക്ർ സഹോദരങ്ങളെ നോമ്പ് തുറക്കുന്ന സമയത്ത് നാം പ്രത്യേകമായി ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തണം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി, ടെക്സ്റ്റ് തരാം, ഒരു പ്രശ്നമല്ല കേട്ടോ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പരമ്പരാഗതമായി ശീലിച്ചു പോകുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ പ്രമാണങ്ങളൊന്നും പലരും പഠിക്കാറില്ല. നോമ്പ് മുറിയാത്ത കാര്യങ്ങളൊക്കെ നോമ്പ് മുറിയണ കാര്യങ്ങളാണ് എന്ന് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് ഇല്ലേ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ തുപ്പുനീര് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഗതിയില്ല. പൊടിപടലങ്ങൾ എന്തെങ്കിലും അകത്തേക്ക് കയറിപ്പോയാൽ നോമ്പ് മുറിന്ന് വിചാരിക്കുന്നവരുണ്ട്. അതേപോലെ കണ്ണിലോ കാതിലോ ഒക്കെ മരുന്നൊഴിച്ചാൽ നോമ്പ് മുറിന്ന് വിചാരിക്കുന്നവരുണ്ട്. നോമ്പ് മുറിയില്ല. കണ്ണിൽ സുർമയിട്ടാൽ നോമ്പ് മുറിയില്ല. അതേപോലെ തലയിൽ എണ്ണ തേച്ചാൽ നോമ്പ് മുറിയില്ല. സുഗന്ധം ഉപയോഗിച്ചാൽ നോമ്പ് മുറിയില്ല. പല്ലിൻ്റെ ഇടയിൽ നിന്നോ മൂക്കിൻ്റെ ഭാഗത്തുനിന്നോ വല്ല രക്തം എന്തെങ്കിലും പുറത്തു വന്നാൽ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. ഇതൊന്നും മുറിയെന്ന് ഹദീസിലോ ഖുർആനിലോ ഇല്ല. അപ്പോൾ മുറിയെന്ന് പ്രത്യേകം പറയാത്ത സംഗതികളൊന്നും നോമ്പ് മുറിയെന്ന് വിചാരിച്ചിട്ട് സഹോദരങ്ങളെ ആരും അങ്ങനെ വിചാരിക്കേണ്ടതില്ല, തെറ്റായ സംഗതിയാണ്. പിന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ നാളുകളാണ്. ഇസ്ലാമിലില്ലാത്ത അനാചാരങ്ങളൊന്നും ആരും ചെയ്യരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ റമദാൻ 17 വരുമ്പോൾ പല അനാചാരങ്ങളും, ബദിരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ. 313 സഹാബിമാരായ ബദിരീങ്ങൾ അല്ലേ, അവർക്കാണ് അൽ ബദിരിയൂൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ഉമ്മാമാർ വിചാരിച്ചിട്ടുള്ളത് മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പോലെ, റിഫായി ഷെയ്ഖിനെ പോലെ ബദിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളാണ് എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ 313 ആൾക്കാർക്കാണ് ബദിരീങ്ങൾ എന്ന് പറയുന്നത്. ആ ബദിരീങ്ങൾ അല്ലേ, റമദാൻ 17 അവർക്ക് പ്രത്യേകമായ അറിവ് നടത്തുക, അന്നദാനം നടത്തുക, അവരുടെ പേരിൽ നേർച്ചപ്പെട്ടി സ്ഥാപിക്കുക, അതൊന്നും നമ്മൾ ചെയ്യല്ലേ സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ അത് ചെയ്തിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ കഴിഞ്ഞിട്ട് 8 വർഷം അള്ളാന്റെ റസൂൽ ജീവിച്ചു. ശരിക്കും മനസ്സിലാക്കണം. ബദർ കഴിഞ്ഞിട്ട് 8 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചു. അവിടുന്ന് ഒരൊറ്റ വർഷത്തിലും അവിടുന്ന് പറഞ്ഞിട്ടില്ല ബദർ നടന്ന ദിവസമാണ്, ഇന്നൊന്ന് അറിവ് നടത്തണം, ഇന്നൊരു പ്രത്യേക അന്നദാനം നടത്തണം, ഇന്നൊരു ആണ്ട് നേർച്ച നടത്തണം. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. നബി ചെയ്യാത്തതും സഹാബത്ത് ചെയ്യാത്തതും നമ്മൾ ചെയ്യല്ലേ. പിന്നെ കുറേ പ്രാർത്ഥനകളുണ്ട് ചില ആളുകൾ ഇല്ലാത്തത് അല്ലേ. ചില ആദ്യത്തെ 10 ആയാൽ പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. രണ്ടാമത്തെ 10 ആയാൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ 10 ആയാൽ അല്ലാഹുമ്മ ഇഅ്തിഖ്നി മിനന്നാർ. ഇങ്ങനെ ഈ 10 ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ചില നിസ്കാര ടൈമുകളിലൊക്കെ തന്നെ ചില കാർഡുമൊക്കെ ഈ പ്രാർത്ഥന ഇങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. എവിടുന്നാണ് ഇവനിത് രേഖപ്പെടുത്തിയത്? ഓരോരുത്തർക്ക് തോന്നുന്നത് ദീനായി ഉണ്ടാക്കുക. എവിടെയുള്ളത് ഇത്? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ? ഹദീസിലുണ്ടോ അത്? അതുകൊണ്ട് സഹോദരങ്ങളെ അതൊന്നുമില്ല. അവസാനത്തെ 10 ഈ റമദാനിൻ്റെ ദിവസങ്ങളിൽ ഏത് പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന വന്നിട്ടില്ല. അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ പ്രത്യേക ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ആയിഷ ബീവിക്ക് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. അത് നമ്മളെക്കൊണ്ട് അറിയില്ല അല്ലേ. ആ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ, റമദാൻ വരാൻ പോകണുള്ളൂ, പഠിക്കാൻ സമയമുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് അവസാനത്തെ 10 ആയാൽ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് സഹോദരങ്ങളെ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമെന്ന് തോന്നിയത്, നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഈ ഓർമ്മപ്പെടുത്തിയതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം. നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനിവിടെ അവസരമില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് നമ്മുടെ നാഫൂറയിലുള്ള
സഫറാജ ആലിയത്തിൻ്റെ ഓഡിറ്റോറിയം നിങ്ങൾക്കറിയാം. അവിടെ തുറന്ന അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും എഴുന്നേറ്റ് നിന്ന് അവർക്ക് മൈക്ക് കൊടുക്കും, ചോദിക്കാം. നോമ്പിനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങളും ചോദിക്കാനുള്ള തുറന്നൊരവസരം ഇൻഷാ അല്ലാഹ് ഫാമിലികൾക്ക്, അതായത് എല്ലാവർക്കും, സ്ത്രീകൾക്കും പങ്കെടുക്കാനുള്ള സൗകര്യത്തോടുകൂടെ അടുത്ത ആഴ്ച ഇതേ സന്ദർഭത്തിൽ നടക്കുന്നതാണ്. അവിടെ നിങ്ങൾ ആ വേദി ഉപയോഗപ്പെടുത്തി കൂടുതൽ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ മഹനീയമായ മജ്ലിസിൽ ഇരുന്ന് ഇത്രയും നേരം ദീന് കേട്ട നമ്മുടെ ഈ ഒരു സൽക്കർമ്മം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തിൽ ഇതുപോലെ റബ്ബ് നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അവൻ്റെ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വേദനകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ അള്ളാഹു അവർക്ക് എത്രയും വേഗം ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.